അത് ഇറക്കിയോ ഇല്ലേ എന്നുള്ളത് എനിക്കറിയില്ല. അത് ഇറക്കിയിട്ടുണ്ടോ ഇല്ലേ, നിങ്ങൾ ഇറക്കിയോ ഇല്ലേ, ആരിറക്കിയതാണ് എന്നൊന്നും ഞാൻ അറിയില്ല. പക്ഷെ ആ വിഷയം എന്ന് പറഞ്ഞുകൂടെ നിങ്ങൾക്ക്? എന്താണ് ആ വിഷയം? അത് ഇറക്കിയിട്ടില്ല എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ അറിഞ്ഞിട്ടില്ല അത് ഇറക്കിയിട്ടുണ്ടോ ഇല്ലയോ എന്ന്. അതെനിക്കറിയില്ല. നിങ്ങൾക്ക് ആ വിഷയം സുന്നികൾ തോറ്റ ആ സംഭവം ഒന്ന് പറഞ്ഞൂടെ? നിങ്ങൾ അതൊന്ന് പറയ്. സുന്നികൾ തോറ്റത് വേറെ ആരും മൈക്കെടുക്കല്ലേ? റഷീദ് സാഹിബ് ഒറ്റ മിനിറ്റ്, നൂറുൽ ഹുദ ഒരു മിനിറ്റ്, ആരും മൈക്കെടുക്കല്ലേ? ഞാൻ നിന്റെ നൂറുൽ ഹുദ ഒന്ന് ഡോട്ട് ചെയ്ത് അൺഡോട്ട് ചെയ്യാൻ. നൂറുൽ ഹുദയെ അഷ്റഫ് പൂനൂർ ഹാസ് ലെഫ്റ്റ് ദി റൂം. എന്താ അഷ്റഫ് പൂനൂർ മുന്നിട്ട് അന്തരെ അഷ്റഫ് പൂനൂര് പോയിട്ടാ. അഷ്റഫ് പൂനൂരിനെ കണ്ടിട്ട് കളിക്കണ്ട. അൻവരെ ആ ഉദ്ധരണി ഒന്ന് വായിക്ക്. മനസ്സിലായോ? ഏതാണ് ആ ഉദ്ധരണി? ഏതാണ് ആ കിതാബ്? ആരുടേതാണ് ആ ഉദ്ധരണി? ഒന്ന് പറയ്, ജനങ്ങൾ പഠിക്കട്ടെ എന്ന്. സുന്നികൾ തോറ്റോണ്ടല്ലേ അവിടെ CD ഇറക്കാത്തത് എന്നല്ലേ നിങ്ങൾ പറയുന്നത്? ആ തോറ്റ ഭാഗം എന്താണ് എന്നൊന്ന് പറഞ്ഞൂടെ നിങ്ങൾക്ക്? മൈക്കെടുക്ക്. എന്തുകൊണ്ട് ആണത്തം കാണിക്കുന്നില്ല അൻവരെ? ഈ ദജ്ജാലിങ്ങളും കദ്ദാബിങ്ങളുമായി നിങ്ങൾ എന്തിന് ഈ സമൂഹത്തെ ചതിക്കണം? എന്തിന് വഞ്ചിക്കണം? നിങ്ങൾക്ക് മൈക്കെടുത്തിട്ട് വ്യക്തമായിട്ട് ആ ഉദ്ധരണി ഇനി പറയാൻ പറ്റുന്നില്ലേ? പോട്ടെ, പറയാൻ അറിയുന്ന ആരുമില്ല ആ തറവാട്ടിൽ. വഹാബികളുടെ കൂട്ടത്തിൽ ആരുമില്ലേ? ആ ഉദ്ധരണി ഒന്ന് വായിച്ചിട്ട് പയ്യോളി ഇന്ന കിതാബാണ് പയ്യോളി, ഇത് നിങ്ങളെ നേതാക്കന്മാര് കണ്ടിട്ടില്ല പയ്യോളി, ആ കിതാബിൽ ഇന്ന ഉദ്ധരണിയാണ് പയ്യോളി എന്നൊന്ന് വായിച്ച് പറയാൻ ചങ്കൂറ്റമുള്ള ആണത്തമുള്ള ആൺകുട്ടികൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ വെല്ലുവിളിക്കുന്നു അൻവരെ. ഇനി മൈക്കെടുത്താ പറയണം ആ ഉദ്ധരണി. ഏതാണ് ആ കിതാബ്? ആരുടേതാണ് ആ കിതാബ്? പറയാൻ ചങ്കൂറ്റം കാണിക്കണം. മൈക്കെടുത്തോളൂ. അതെ, ഞങ്ങൾ സാധാരണക്കാരാണ്. നിങ്ങളാണ് അത് പറഞ്ഞു തരേണ്ടത്. പക്ഷെ നിങ്ങൾ ആ CD പോലും ഇറക്കാതെ ജനങ്ങളെ പറ്റിക്കുന്നു. അതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. ഞങ്ങൾ മുസ്ലിയാക്കന്മാരോ അല്ലെങ്കിൽ മൊയ്ലിയാക്കന്മാരോ ഒന്നും അല്ല. ഞങ്ങൾ വെറും സാധാരണക്കാരാ. ഞങ്ങൾക്കറിയാം. മൂപ്പര് പറഞ്ഞോട്ടെ. റഷീദ് മൂപ്പര് പറഞ്ഞോട്ടെ. നമ്മള് അൻവറിന് സ്വാതന്ത്ര്യം കൊടുക്കുക. ഡോക്ടറിന്റെ സമയത്ത് ഞാൻ തന്നെ ഇൻഷാല്ലാ ഇട്ടോളും. ശ്രദ്ധിക്കുക അൻവരെ, ആ CD ഇറക്കിയോ ഇല്ലയോ എനിക്കറിയില്ല, ഞാൻ പറഞ്ഞല്ലോ. പക്ഷെ എനിക്കതറിയാൻ താല്പര്യമുണ്ട്. ഏതാണ് ആ ഉദ്ധരണി? ഏതാണ് ആ ഉദ്ധരണി? സുന്നി പണ്ഡിതന്മാർ കാണാത്ത ഗ്രന്ഥമേതാണ്? ഏതാണ് ആ ഗ്രന്ഥം? ഏതാണ് ആ ഉദ്ധരണി? ആരുടേതാണ് ആ ഗ്രന്ഥം? അതൊന്ന് പറഞ്ഞൂടെ നിങ്ങൾക്ക്? നിങ്ങൾ സാധാരണക്കാരാന്ന് പറഞ്ഞല്ലോ. എങ്കിൽ ഞാൻ ചോദിക്കട്ടെ, സാധാരണക്കാരല്ലാത്ത നിങ്ങളുടെ കൂട്ടത്തിൽ മൗലവിമാരുണ്ടോ? അപ്പുറത്തെ റൂമിൽ തന്നെ ഉണ്ടല്ലോ. പയ്യോളിൽ നിന്ന് കുളിപ്പിച്ച് കിടത്ത്. ആൺകുട്ടിയാണെങ്കിൽ വെന്ന് വിളിക്കട്ടെ. ആൺകുട്ടിയാണെങ്കിൽ നിങ്ങൾ തറവാട്ടിൽ ആൺകുട്ടികളുണ്ടെങ്കിൽ വരട്ടെ. ഈ ഉദ്ധരണി എന്ന് വായിച്ചിട്ട് ഇന്ന ഉദ്ധരണിയാണ്, ഇന്ന കിതാബിലാണ്, ഇന്ന ആളുടേതാണ് ആ കിതാബ് എന്നൊന്ന് പറയട്ടെ. ഏതെങ്കിലും ഒരുത്തൻ ആരെങ്കിലും ഉണ്ടോ? അല്ലാതെ ഞാടപട വർത്താനം വേണ്ട അൻവരെ. ഇതൊക്കെ കുറെ കണ്ടതാണ്. അതുകൊണ്ട് പറയണം. ധൈര്യം ഉണ്ടെങ്കിൽ പറയണം. ഞങ്ങൾ നിങ്ങൾക്ക് മൈക്ക് തരുന്നുണ്ടല്ലോ. മൈക്ക് എടുത്തു കഴിഞ്ഞാൽ ഇത് പറയണം. ആ ഉദ്ധരണി പയ്യോളി ഇന്നതാണ്, പഠിച്ചോ, ഇന്ന ഉദ്ധരണിയാണ് പയ്യോളി, ഇത് നിങ്ങൾ കണ്ടിട്ടില്ല എന്ന് പറയും. എന്നിട്ട് ഇന്ന കിതാബിലാണ് പയ്യോളി, ഇന്ന പേജിലാണ് പയ്യോളി, അല്ലെങ്കിൽ ഇന്ന ഇമാമിന്റേതാണ് പയ്യോളി, പഠിക്ക് എന്നോട് പറ. അതിനുള്ളൊരു ചങ്കൂറ്റം കാണിക്കും നിങ്ങൾ. ഇനി ഇന്നക്കാവൂലേ? ആകുന്നവനാരെങ്കിലും ഉണ്ടോ? ഓൻ വരട്ടെ. വരില്ല അൻവരെ, വരില്ല. നിങ്ങൾക്കറിയാ നിങ്ങൾ ചെയ്ത കൊലച്ചതി, പാച്ചാനോണ. ഇവിടെ ഞങ്ങൾ ഓപ്പറേഷൻ ചെയ്യും. അത് നിങ്ങൾക്കറിയാ. അതുകൊണ്ടല്ലേ നിങ്ങളെ നേതാക്കന്മാരെ നിങ്ങൾ പോയി വിളിച്ചു നോക്കിയില്ലേ? ഇപ്പോ നിങ്ങളെ നേതാക്കന്മാരെ നിങ്ങൾ ഇപ്പൊ പോയി വിളിച്ചു നോക്കിയിട്ടില്ലേ? അത് സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ തയ്യാറാണ്. എന്റെ നേതാക്കന്മാർ വരാതിരുന്നു? വരില്ല. വന്നാൽ ഇവിടെ കഫംപട പതിപ്പിക്കും നിങ്ങളെ. ആ പൂജ അങ്ങ് തീരും. അതുകൊണ്ടല്ലേ വരാതിരുന്നേ? എന്നാലേ അൻവറ ഒന്നും കൂടി മൈക്കെടുക്ക്. മൈക്കെടുത്തിട്ട് പറയ്, ഞാൻ വിട്ടു. അല്ല, ചാവക്കാട് നടന്ന പ്രോഗ്രാം, അതുപോലെ പിന്നെ മുജാഹിദുകളുടെ എല്ലാ പ്രോഗ്രാമിന്റെ CD നിങ്ങൾ അപ്പപ്പോ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടല്ലോ. എന്തുകൊണ്ട് ഈ CD നിങ്ങൾ ഇറക്കുന്നില്ല? അത് പയ്യോളി ഉസ്താദ് അറിഞ്ഞില്ല എന്ന് പറയുന്നത് മഹാവിഡ്ഢിത്തമല്ലേ? നിങ്ങൾ ഇവിടെ, അതായത് ഓരോ സംഭാഷണവും അടുത്ത സെക്കൻഡിൽ യൂട്യൂബിൽ ഇടുന്ന ആൾക്കാരാണ് നിങ്ങൾ.
എന്തുകൊണ്ട് ആ CD ഇറക്കിയിട്ട് അത് വിശദീകരിക്കുന്നില്ല? അല്ലെങ്കിൽ ഇവിടെ പ്ലേ ചെയ്തിട്ട് അത് വിശദീകരിക്കുന്നില്ല? വാമനപുരം തിരുവനന്തപുരത്ത് നസീറുദ്ദീൻ റഹ്മാനിയുമായി നടന്ന ആ സംവാദം, അതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. ഞങ്ങൾ വളരെ സാധാരണക്കാരാണ്, സത്യം മനസ്സിലാക്കണമെന്ന് നടക്കുന്നവരാണ്. നിങ്ങൾ, അതായത് ഞങ്ങൾ വഹാബികൾ പിഴച്ചവരാണെങ്കിൽ നിങ്ങളത് ആ സംവാദം നിങ്ങൾ അവിടെ അവലോകനം ചെയ്ത് അത് കറക്റ്റ് ചെയ്യണം. അത് നിങ്ങളുടെ ബാധ്യതയാണ്. അതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. അല്ലാതെ വെറുതെ തൊള്ളപടായും ഇവിടെ കിടന്ന് കുറച്ചിട്ടൊന്നും കാര്യമില്ല. ഇല്ലല്ല, അതന്നെ എനിക്ക് ഇങ്ങോട്ട് പറയാനുള്ളത്. അങ്ങനെ ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല അൻവറെ. ഞാൻ ചോദിച്ചതിന് വല്ലതും പറയാൻ നിങ്ങൾക്ക് ഉണ്ടോന്നാ ഞാൻ ചോദിച്ചത്. അതിനൊരു മറുപടിയും കിട്ടിയില്ല, കിതാബും കിട്ടിയില്ല, ഉദ്ധരണിയും കിട്ടിയില്ല, ഒന്നുമില്ല. ഇനി അൻവറെ പഠിച്ചു വെച്ചോ, കേട്ടോ, അതാരാ നടത്തിയത് സംവാദം? അതൊന്ന് പറയും. നിങ്ങൾ പറഞ്ഞല്ലോ നിങ്ങൾ നടത്തിയ സംവാദം എന്ന്. ആര്? അത് മൈക്കെടുത്തിട്ട് ആ ലെറ്റർ ഹെഡെന്ന് കൊണ്ടുവരുമോ? ഒന്നിരിക്കൽ SISന്റെ അല്ലെങ്കിൽ SSFന്റെ അല്ലെങ്കിൽ സമസ്ത കേരള സുന്നി ജംഇയ്യത്തുൽ ഉലമയുടെ ഉണ്ടോ? അതിന് പുറത്ത് തെളിയിക്കാൻ പറ്റുമെങ്കിൽ ഇല്ല, അതൊന്നുമില്ല. ഞങ്ങളെ സംഘടനാടിസ്ഥാനത്തിൽ നടത്തിയ പരിപാടിയൊന്നല്ല. നിങ്ങൾക്ക് ആരൊക്കെയോ തെറ്റിദ്ധരിപ്പിച്ചതാ. ആരോ കുറച്ച് ആളുകൾ എവിടെയോ പോയി എന്തോ ഒരു സംവാദം സംഘടിപ്പിച്ചു. ശരി, ഓക്കെ. ആ സംവാദത്തിന്റെ മൊത്തം കുത്തക അതിന്റെ CD ഇറക്കിയോ ഇല്ലയോ എന്ന് ഞങ്ങളറിയേണ്ട ആവശ്യം എന്താ? അത് ഞങ്ങളുടെ സംഘടന ഔദ്യോഗികമായി നടത്തിയ പരിപാടിയാണെങ്കിൽ ഞങ്ങളത് CD ഇറക്കലുണ്ട്, പുറത്തിറക്കലുണ്ട്, അത് പ്രചരിപ്പിക്കലുണ്ട്, ഒക്കെ ഞങ്ങൾ ചെയ്യലുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തന്നതാണ്. പക്ഷെ ഞാൻ ആ വിഷയം ചർച്ച ചെയ്യാൻ തയ്യാറാണ്. അൻവരെ നിങ്ങളാ പറഞ്ഞില്ലേ സുന്നികൾ തോറ്റു, നിങ്ങൾ പറഞ്ഞില്ലേ? ആ വിഷയം ഞാൻ ചർച്ച ചെയ്യാനും ഇവിടെ നിങ്ങൾക്ക് എന്നെ തോൽപ്പിക്കാനും ഉള്ള ഒരു അവസരാണിത്. ഈ അവസരം നിങ്ങളൊന്ന് മുതലെടുത്തോളൂ. കാരണം നസീറുദ്ദീൻ റഹ്മാനി നിങ്ങളെ ഭാഷയിൽ പറഞ്ഞാൽ സുന്നി പണ്ഡിതന്മാരെ മലർത്തിയടിച്ചു എന്നല്ല നിങ്ങൾ പറഞ്ഞത്. അവരുദ്ധരണി കണ്ടില്ല, അവർ കിതാബ് പഠിച്ചില്ല എന്നൊക്കെ അല്ലേ നിങ്ങൾ പറഞ്ഞത്. ശരി, ആ ഉദ്ധരണി ഒന്ന് കാണിക്ക്. ഏത് കിതാബിലാ ഉള്ളത് എന്നൊന്ന് പറയൂ. അത് ആരുടെ ഗ്രന്ഥമാണെന്നൊന്ന് പറയൂ. ഞങ്ങളൊന്ന് പഠിക്കട്ടെ. ഞങ്ങൾക്ക് ആ കിതാബ് ഒന്ന് നോക്കാലോ. ആ കിതാബിൽ ഏത് കിതാബാണ് ഞങ്ങൾ കാണാത്ത ആ കിതാബ് ഞങ്ങൾക്കൊന്ന് നോക്കാലോ. അതിന് നിങ്ങൾക്ക് ആ ഉദ്ധരണി എന്ന് പറഞ്ഞൂടെ? ഇനി നിങ്ങൾക്ക് അറിയില്ല, നിങ്ങൾ സാധാരണക്കാരനാണെങ്കിൽ ഏതെങ്കിലും ഒരുത്തൻ ഉണ്ടാവൂലേ നിങ്ങളെ കൂട്ടത്തിലായി കണ്ടോൻ, അല്ലെങ്കിൽ ആ സംവാദ CD എങ്കിലും കേട്ടവൻ? അതൊന്ന് വന്നിട്ട് പറയാൻ മൈക്കെടുത്തിട്ട്. അങ്ങനെ ഈസി ആയിട്ട് അങ്ങനെ ആ ബുക്ക്, അതായത് അത് അദ്ദേഹത്തിന്റെ ഗ്രന്ഥം അങ്ങനെ ഞങ്ങൾ പറഞ്ഞു തരുന്നില്ല. നിങ്ങൾ കണ്ടുപിടിക്കും, നിങ്ങൾ പഠിച്ചു വാ. നിങ്ങൾ എല്ലാ കിതാബ് ഓതി പഠിച്ചവരാണെന്നാണല്ലോ വീമ്പിളക്കുന്നത്. എന്തുകൊണ്ട് അത് കണ്ടില്ല? അങ്ങനെ ഇപ്പം ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ അത്ര എളുപ്പത്തിന് ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല അതിന്റെ ഇൻഫർമേഷൻ തരാൻ. ഓക്കെ, പയ്യോളി ഉസ്താദ് ആദ്യമായിട്ടായിരിക്കും ആ സംവാദം കണ്ട് ഞെട്ടിയത് അല്ലേ? ഇനിയും ഒരുപാട് ഞെട്ടാനുണ്ട്. തൽക്കാലം നിങ്ങൾ സന്തോഷിച്ചോളൂ. ഞങ്ങളിതാ തുടങ്ങിക്കഴിഞ്ഞു. കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം നിങ്ങൾക്കെതിരെ ശക്തമായ ദാവത്ത് ഇൻഷാ അല്ലാഹ്. അൻവർ അഹമ്മദ്, ഞങ്ങൾക്ക് ആ ഉദ്ധരണി അറിയാൻ താല്പര്യമുണ്ട് ഞങ്ങൾ ശ്രോതാക്കൾക്ക്. അതുകൊണ്ട് ആ ഉദ്ധരണി ഒന്ന് പറഞ്ഞുതരാൻ പറ്റുമോ? ഞങ്ങളെപ്പോലത്തെ സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് ആ ഉദ്ധരണി ഒന്ന് കേൾക്കാൻ വളരെ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അതൊന്ന് പറഞ്ഞു തന്നാലേ വളരെ ഉപകാരമായിരുന്നു. ഞാൻ മൈക്ക് റീച്ച് ചെയ്യുന്നു. പയ്യോളിക്ക് നിങ്ങൾ പറഞ്ഞു തരൂല, വേണ്ടട്ട. പയ്യോളിക്കിന് പറഞ്ഞു തരണ്ട, നിങ്ങളവിടെ കുത്തിരുന്നോളി. കാരണം പയ്യോളിക്ക് ഞാൻ പറഞ്ഞില്ല, അത്ര എളുപ്പത്തിൽ തിരിയണ്ടാന്ന്. മോനെ, ഇബ്നു ഹജറുൽ അസ്ഖലാനിന്റെ കിതാബിലുണ്ട് എന്ന് കള്ളത്തരം പറഞ്ഞ് മൗലവിമാരി പച്ചനോണ പറഞ്ഞോ? അല്ലേ? യഥാർത്ഥം അതല്ലേ അൻവറെ? ഇബ്നു ഹജറുൽ അസ്ഖലാനിയുടെ ഗ്രന്ഥത്തിൽ അത് കാണിച്ചു തരാൻ നട്ടലുള്ള വഹാബിത ഞാൻ വെല്ലുവിളിക്കുന്നു. കള്ളന്മാരല്ലേ നിങ്ങൾ? നിങ്ങൾക്കതല്ലേ SGB ഉദ്ധരണിയും കിതാബും പറയാൻ പറ്റാത്തത്? ഇപ്പൊ യഥാർത്ഥത്തിൽ പെട്ടു അൻവർ. അങ്ങനെ ഒരു കിതാബിൽ, ഇബ്നു ഹജറിന്റെ ഒരു കിതാബിലും നിങ്ങൾക്ക് ആ ഉദ്ധരണി നിങ്ങൾക്ക് കാണിക്കാൻ കഴിയില്ല.
ഇത് പയ്യോളി പറഞ്ഞതാ. ഇത് പയ്യോളിന്റെ വെല്ലുവിളിയാ, സന്തോഷത്തോടു കൂടെയുള്ള വെല്ലുവിളി സ്വീകരിക്കാൻ ആൺകുട്ടികൾ നിങ്ങളെ കൂട്ടത്തിലുണ്ടെങ്കിലും നസീറുദ്ദീൻ റഹ്മാനി എന്ന പാച്ച കള്ളൻ, പാച്ച നോണ ഇബ്നു അസാനിൽ പറഞ്ഞതാ. തെളിയിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല. ഞാൻ മൈക്ക് വിട്ടു. അല്ല, അതൊക്കെ ആ സംവാദത്തിൽ കാണണമായിരുന്നു. ഇങ്ങക്കറിയില്ല അൻവറെ, ഇങ്ങക്കറിയില്ല വഹാബികളെ, ഇങ്ങക്കറിയില്ല. അതുകൊണ്ടാണ്. കാരണം എന്താ അറിയോ, കിതാബ് ഒരു കണ്ടിട്ടില്ല, അവർക്ക് എന്താ സംഭവം എന്ന് മനസ്സിലായിട്ടില്ല. ഈ നസീറിന് ഈ സംഭവം എന്താണെന്നൊന്നും തിരിഞ്ഞിട്ടില്ല. ആയിക്കോട്ടെ ബ്രജ, ആയിക്കോട്ടെ, വന്നോട്ടെ. ഏത് മഹാനാണുള്ളത്? ഈ റൂമിൽ ഒരുപാട് മഹാന്മാരിപ്പോ ഉണ്ട്, വഹാബികളെ മഹാന്മാര്. ഞാൻ ചോദിക്കട്ടെ, ആ കിതാബ് ഒന്ന് കാണിച്ചു തരുമോ നിങ്ങള്? ആ കിതാബിൽ ആ ഉദ്ധരണി ഒന്ന് കാണിച്ചു തരുമോ? ഇബ്നു ഹജറിന്റെ കിതാബിൽ എനിക്ക് ആ ഉദ്ധരണി ഒന്ന് കാണാൻ താല്പര്യമുണ്ട്. നിങ്ങൾ ആരാ വരിക? നിങ്ങളെ ഞാൻ എത്ര പ്രാവശ്യമായി വിളിക്കണോ? നോണ പറഞ്ഞതല്ലേ വഹാബി, നിങ്ങൾ നോണ പറഞ്ഞതല്ലേ, നിങ്ങൾ പച്ച നോണ പറഞ്ഞ് ജനങ്ങളെ വഞ്ചിക്കാൻ ശ്രമിച്ചതല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇതാണ് വഹാബിസം. അതുകൊണ്ടാണ് അൻവർ ഉദ്ധരണി വായിക്കാത്തത്. അതുകൊണ്ടാണ് മൗലവിമാരെ വിളിച്ചിട്ട് മൗലവിമാർ ഞങ്ങളില്ല എന്ന് പറഞ്ഞത്. മനസ്സിലായോ അൻവറെ? കിതാബ് പച്ച കള്ളത്തരം പറഞ്ഞതാ. ഞാൻ മൈക്ക് കിട്ടു. ഇനി അൻവറെ നിങ്ങൾ മൈക്ക് എടുക്കണമെന്നില്ല, കാരണം നിങ്ങൾക്കാവൂല. നിങ്ങളെ മൗലവിമാര് നിങ്ങളെ സഹായിക്കുകയും ഇല്ല ഈ വിഷയത്തിൽ. ഞാൻ വിട്ടു മൈക്ക്. അസ്സലാമു അലൈക്കും. ആ ഗ്രന്ഥം അവരുടെ കയ്യിൽ കൊടുത്തതാണ് ആ സംവാദത്തിൽ. അത് തന്നെയാ പറഞ്ഞത്. ആ വായിച്ച ഗ്രന്ഥം ഇബ്നു ഹജറിന്റേതാണെന്നാണ് നിങ്ങൾ ഇപ്പോഴും പറഞ്ഞത്. ഞാൻ തെളിയിക്കും അല്ല എന്ന്. നിങ്ങൾ കളവാണ് പറഞ്ഞത്. ഇബ്നു ഹജറിന്റെ ഗ്രന്ഥത്തിൽ അതില്ല. ഇബ്നു ഹജർ പിന്നെ എവിടെയാണ്? എന്താ? ഇല്ല, ഞാൻ വിട്ടു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. പയ്യോളി ഉസ്താദിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ദീർഘായുസ്സും ആരോഗ്യവും ആഫിയത്തും നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്. മല പോലെ കൊട്ടി ഘോഷിച്ച് ഫേസ്ബുക്കിൽ പച്ച കള്ളം അടിച്ചു വിടുന്ന മുജാഹിദിന്റെ മൗലവി നാസറുദ്ദീൻ നാസറുദ്ദീൻ റഹ്മാനി പച്ച കള്ളനാണെന്ന് പയ്യോളി ഉസ്താദിന്റെ മുന്നിൽ വന്ന് സമ്മതിക്കേണ്ടി വന്ന അൻവർ അഹമ്മദിനും ഞാൻ ഏതായാലും നന്ദി രേഖപ്പെടുത്തുകയാണ്. അവസാനം ഇപ്പോൾ മൈക്ക് ചാടിയിട്ട് വന്ന അൻവർ അഹമ്മദ് സ്വന്തം കള്ളനായതുകൊണ്ടും അദ്ദേഹത്തെ അപമാനിക്കുകയും ചെയ്യുകയാണ്. ഏതായാലും ഇൻഷാ അല്ലാഹ് വളരെ റാഹത്തായിട്ടുണ്ട്. ഇതുപോലത്തെ ചർച്ച നമ്മുടെ റൂമിൽ വരണം. ഏതായാലും ഈ അൻവർ അഹമ്മദ് ആദ്യം തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ എന്തുകൊണ്ട് സി ഡി ഇറക്കിയില്ല എന്ന് പറഞ്ഞിട്ടുള്ളൊരു മലക്കുത്തം പറയുക കാണുന്നില്ലേ? വാ തുറന്നാലും മുഴുവൻ കളവ് പറയുന്ന മൗലവിമാരാണ് അവർ. യഥാർത്ഥത്തിൽ ഇവര് നാദാപുരത്തിന്റെ 9ാമത്തെ ഗണ്ണനം സെൽഫി ഗണ്ണിച്ചിട്ട് മറുപടി പറഞ്ഞില്ല പേരോട് ഉസ്താദ് എത്ര കൊല്ലം പറഞ്ഞു നടത്തിക്കുന്നു. ഇന്ന് വരെ കൊണ്ടുവരാൻ അവർക്ക് അയക്കോ? ഇന്ന് വരെ കൊണ്ടുവരാൻ അവർക്ക് അയക്കോ സെൽഫിയെ? എന്നിട്ട് സെൽഫിക്ക് പേരോട് ഉസ്താദ് മറുപടി പറഞ്ഞില്ല എന്ന് പച്ചക്കളവും പറഞ്ഞ് നടക്കലാണ് അവര്. ഏതായാലും ഇൻഷാ അല്ലാഹ് നമ്മുടെ ഉസ്താദുമാർക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ദീർഘായുസ്സും ആരോഗ്യവും ആഫിയത്തും കൊടുക്കുമാറാട്ടെ. അൻവർ അഹമ്മദ് DC ആയിന്ന്. അൻവർ അഹമ്മദ് പോയി കെഞ്ചി കിട്ടിയത് പൂനൂർ മൗലവിനാ. പൂനൂർ മൗലവി ഇവിടെ വന്ന് വേക്ക് നിന്ന് എല്ലാം കൂടി പയ്യോളി ഉസ്താദിന്റെ വെല്ല് കേട്ടപ്പോ കാല് പറിച്ചിട്ട് മൂപ്പനോടി വേറെ ID മാറ്റിയിട്ട് കൊണ്ടുവന്ന 2-3 ചങ്ങായികളില്ലേ, ഓലിക്ക് മൈക്കിൽ വരാൻ നട്ടല് വന്നിക്കോ. ഇനിയെങ്കിലും നിങ്ങളെ മൗലവിമാർ യഥാർത്ഥത്തിൽ മുനാഫിക്കിന്റെ ലക്ഷണമല്ലേ കാട്ടിയെ? നിങ്ങൾ വിളിച്ചിട്ടുണ്ടോ? പയ്യോളി ഉസ്താദ് വെല്ലുവിളിച്ചാലും മൈക്കെടുത്തോ? അവസാനം ഒറ്റക്കായില്ലേ അൻവർ അഹമ്മദെ? അത് മാത്രമല്ല, നിങ്ങൾ പറഞ്ഞു നിങ്ങൾ തന്നെ സ്വന്തം കള്ളനുമായില്ലേ? ഏതായാലും അൽഹംദുലില്ലാഹ് ചർച്ച വളരെ റാഹത്തായിട്ടുണ്ട്. ഏതായാലും ഞാൻ മൈക്ക് വിടുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞാനിപ്പോഴും പറയുന്നത് എന്താണ്, ആ ഗ്രന്ഥം അവരുടെ കയ്യിൽ കൊടുത്തു, വായിക്കാൻ കൊടുത്തു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മോനെ ഓലെ കയ്യിൽ കൊടുത്ത് നമ്മക്കറിയണ്ട.
നമ്മക്കറിയേണ്ട എന്താ ആ കിതാബും അതിന്റെ പേരും ആ ഉദ്ധരണിയാണ് അറിയേണ്ടത്. ആ ഒഴിവാക്കി കൊടുക്കും, ഡോട്ടൊന്നും കൂടി ഒഴിവാക്കി കൊടുക്ക്. അത് പറയാൻ നിങ്ങളെ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടോ എന്നായി ചോദിക്കണത്. ഉസ്താദെ, ആ CD ആ ഗ്രന്ഥം അവരുടെ കയ്യിൽ കൊടുത്തിട്ട് വായിക്കാൻ കൊടുത്തു, കംപ്ലീറ്റ് റെഫർ ചെയ്യാൻ കൊടുത്തു. അപ്പോഴാണ് അവർ നനഞ്ഞ കോഴികളെ പോലെ ആയത്. അതിന്റെ ലിങ്ക് അതൊന്നല്ലെന്തരെ ആ വിഷയം നമുക്ക് ഞാനും ഒന്ന് നനഞ്ഞ കോഴിയാവാം, ഞാനും ഒന്ന് നനഞ്ഞ കോഴിയാവട്ടെ, നിങ്ങൾക്ക് എന്നെ ഒന്ന് നനച്ച് കോഴിയാക്കിക്കൂടെ? അത് ശരി, ഓല് മാത്രല്ല ഞാനും കൂടി ആവട്ടെ ആ നനഞ്ഞ കോഴി. എന്താത്തപ്പോ നിങ്ങൾക്ക് ഇത്ര വിഷമോ? ഇന്നേം കൂടി ഒന്ന് നനച്ച് കോഴിയാക്കി. അത് ശരി, ഞങ്ങളെ വലിയ വലിയ പണ്ഡിതന്മാരൊക്കെ നനഞ്ഞ കോഴിയാക്കി നിങ്ങളാ കിതാബ് വെച്ചിട്ട് ഞാനും കൂടി ഒന്ന് നനഞ്ഞ കോഴിയാകട്ടെ. നിങ്ങൾക്ക് ആ ഉദ്ധരണി ഒന്ന് കൊണ്ടുവരുന്നത് എന്താ വിഷമം? ഒരു മിനിറ്റ് ഇട്ടോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പയ്യോളി ഉസ്താദ്, അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അത്തഹിയാത്തുൽ തന്നെ ചൊല്ലിയത്. വലിയ അഹ്സനിമാരാ അവിടെ വന്നത്. കാരന്തൂരിൽ പഠിച്ച മർക്കസിൽ അൻവർ അഹമ്മദ് വിഡ്ഢിത്തം പറയല്ല. അഹ്സന് ബിരുദം കൊടുക്കുന്നത് മർക്കസ് എന്നല്ല. എന്തൊരു നമ്മൾ അബ്രാജ് പറയലുണ്ടേനു, കളവ് പറഞ്ഞോളി, പക്ഷെങ്കില് ഞാൻ വീതിട്ടൊരു പൊരിച്ചമയം കിട്ടിയെന്ന് പറയല. അപ്രച്ചൂടുണ്ടോ? അതുപോലത്തെ സംസാരം സംസാരിക്കില്ലേ? ഏതായാലും നിങ്ങളെ കൂട്ടത്തിൽ ആരെങ്കിലും നട്ടലുണ്ടോ തെളിയിക്കുക എന്നുള്ളതാ ചോദിച്ചാൽ എടി കരീം ഇൻഷാ അല്ലാഹ് മൈക്ക് കിട്ടും. പയ്യോളി ഉസ്താദ് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് വന്നാലും ബോൺസ് ചെയ്തിട്ടുണ്ട് അല്ലേ, നന്നായിരുന്നു. ഏതായാലും സംഗതി ഇവിടെ വളരെ വ്യക്തമായല്ലോ, റാഹത്തായല്ലോ അൻവർ അഹമ്മദെ. നിങ്ങളുടെ കൂട്ടത്തിൽ പിന്നെ അൻവർ അഹമ്മദ് കിതാബ് കയ്യിൽ കൊടുത്തു എന്ന് പറഞ്ഞു. ഞാൻ ഉസ്താദ് പറഞ്ഞല്ലോ അവിടെ നടന്ന സംഭവം എന്താന്നുള്ളത് നോക്കണ്ടേ നമുക്കില്ല. ഇവിടെ ആരുണ്ട് ഉസ്താദിനോട് തെളിയിക്കാൻ വേണ്ടിയിട്ട് വെല്ലുവിളിച്ചതാണ് ഉസ്താദ്. അപ്പൊ ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് സംസാരിക്കാവുന്ന. അതുപോലെ കിതാബ് കയ്യിൽ കൊടുത്തു എന്ന് പറഞ്ഞിട്ട് കിതാബിന്റെ ലിങ്ക് എന്ന് മുമ്പ് പറഞ്ഞതായിട്ട് ചെറിയൊരു ഭാഗം കേൾക്കാൻ സാധ്യതയുണ്ടായി. അപ്പോ കിതാബിൽ ലിങ്കാണോ കൊടുത്തത്? ഇനി അല്ലെങ്കിലും ഒരു കിതാബ് പയ്യോളി ഉസ്താദ് നേരത്തെ പറഞ്ഞ കിതാബിൽ ഉദ്ധരണിയേ ഇല്ല, അല്ലെങ്കിൽ പറഞ്ഞപ്പെട്ട കിതാബിൽ ഉദ്ധരണിയില്ല. ഇല്ലാത്ത ഉദ്ധരണി നോക്കിയായിരുന്നാ കാണുമോ? അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇനി അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെ തന്നെ കിതാബിൽ ഇല്ലാത്ത നോക്കിയായിരുന്നാ കാണുമോ? ഇനി ഏതായാലും ഇങ്ങക്ക് പയ്യോളി ഉസ്താദിന്റെ മുന്നിൽ തെളിയിക്കാൻ നട്ടലില്ലേ? ദൂരെയൊന്നും പോണ്ടാലോ. ഇപ്പോ അപ്പുറം ഒന്ന് പോയിട്ട് നേരത്തെ വിളിച്ചതിൻ്റോട്ട് വിളിച്ചിട്ട് ഏതെങ്കിലും ജിന്നൂരിയോ അല്ലെങ്കിൽ പല്ലൂരിയോ മൗലവിമാർ ഉണ്ടെങ്കിൽ കൂട്ടിക്കൊണ്ടോ. നിങ്ങൾ ഏത് ഗ്രൂപ്പിലായാലും ഇല്ല, ധൈര്യം ഉണ്ടെങ്കിൽ കൂട്ടിക്കൊണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ മൊത്തം ഇവിടെ മാനം കെട്ടിട്ടുണ്ട്. ഇനി അത് സ്ഥിരപ്പെടുകയും ചെയ്യും. ഏതാണെന്ന് ഇൻഷാ അല്ലാഹ് പയ്യോളി ഉസ്താദ് എത്തിയിട്ടുണ്ട്. ഞാൻ മൈക്ക് കൊടുത്തു. ബഹ്റൈൻ മുഖാമുഖം ഞങ്ങൾ കണ്ടു. റഷീദ് കല്ലേരി, അതായത് അത് നല്ലേക്ക് അനസിന് കിട്ടുകയും ചെയ്തിക്ക്, ബോധ്യപ്പെടുകയും ചെയ്തിക്ക്. അനസ് ഇപ്പോ അത് പറഞ്ഞിട്ട് കരഞ്ഞ് നടക്കുകയും ചെയ്യുന്നുണ്ട്. നന്നായിട്ട് കിട്ടിക്ക്. ബഹ്റൈൻ മുഖാൻ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് പോകില്ല. നിങ്ങളെ പിന്നെ മറ്റേ സലീം വടകരാന്ന് നിങ്ങൾ മേലോട്ട് കയറ്റിട്ട് കൊണ്ടെടുക്കുന്ന മൗലവി ഉണ്ടല്ലോ, ഓനെ വിളിച്ചിട്ട് ചോദ്യം ചെയ്തിട്ട് കാമാ പറയാണ്ട ഞാനിങ്ങ് പോന്ന്. അനീതി കാണിച്ചിട്ട് മൈക്ക് തരുന്നുണ്ട്, മൈക്ക് തരാണ്ട് അനീതി കാണിച്ച്, എന്നിട്ട് ഇന്റർനെറ്റിൽ നിന്ന് വിളിച്ചു പറഞ്ഞിട്ട് റഷീദ് കല്ലേരിയാണത്, എന്നിട്ട് അവനെന്നെ കൗവേരി എന്ന് എന്നെ വിളിച്ചു, എന്നിട്ട് കല്ലേരിയാണെന്ന് ഇനി മൈക്ക് കൊടുക്കർ കല്ലേരിക്ക് എന്ന് പറഞ്ഞു. ഇതെല്ലാം ഞാൻ ഇതുവരെ ഈ റൂമിൽ ഇതുവരെ അയങ്ങളോട് പറഞ്ഞു കെവലിക്ക് ഇങ്ങനത്തെ ഒരു അനുഭവം വന്നേ. എന്നിട്ട് പറയുന്ന സമയത്ത് അബൂ ഇഹ്സാൻ മെസ്സേജ് കൊടുത്ത് കല്ലേരിയാണ്, കല്ലേരിയുടെ ശബ്ദം തീർത്തു കേൾക്കാൻ പാടില്ല. എന്നിട്ട് നിങ്ങളെ പിന്നെ മുഖാമുഖം അന്ന് ലൈവ് കൊടുത്ത് നിങ്ങളെ മൊയ്തീൻ സാഹിബ് കുത്വ ബലിക്കുക ഏത് കമ്പ്യൂട്ടറിന്റെ പേക്ക് കുത്വ ബലിക്കുക. ഞാൻ ചോദ്യം ചോദിക്കുന്ന സമയത്ത് കുത്വ ബലിക്കുക. എന്നിട്ട് അബൂ ഇഹ്സാൻ വന്നിട്ട് കട്ടാകുന്നു. ഇതൊക്കെ നിങ്ങളെ വെറുതെ അപമാനിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ക്ലാസ്സിൽ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഏതായാലും അൽഹംദുലില്ലാഹ് ഇതും കൂടിയും പറയാൻ ചാൻസ് തന്നില്ലേ, വളരെ റാഹിത്തായിട്ടുണ്ട്. ലാസ്റ്റ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്തു എന്ന് പറഞ്ഞ സമയത്ത് നിങ്ങൾ
കുറെ സമയമായി ഈ ചങ്ങാതി ഞങ്ങളെ കളിപ്പിക്കുന്നു, അതുകൊണ്ട് പിരിച്ചുവിടുന്നു ഈ പരിപാടി എന്ന് പറഞ്ഞ് പിരിച്ചുവിട്ട ഭാഗം നിങ്ങൾ CD ഇറക്കുമ്പോൾ കട്ടില്ലേ? CD ഇറക്കുന്ന സമയത്ത് കക്കാതെ CD ഇറക്കാൻ ധൈര്യമുണ്ടോ എന്ന് സുന്നത്ത് ജമാഅത്തിന്റെ ആൾക്കാർ, ബഹ്റൈൻ കേരള സുന്നി ജമാഅത്തിന്റെ ആളുകൾ നിങ്ങളെ വെല്ലുവിളിച്ചിട്ട് നിങ്ങളൊരു ചങ്ങായി പറഞ്ഞ് കക്കാതെ ഞങ്ങൾ ഇറക്കിയില്ലെങ്കിലോ എന്ന് ചോദിച്ചപ്പോ അവൻ പറഞ്ഞു തന്നാ, ഇറക്കിയില്ല ഞാൻ മുട്ട വടിക്കാൻ, എന്നാലും നിങ്ങൾ പ്രസ്ഥാനത്തെ രാജിവെക്കൂന്ന് പറഞ്ഞിട്ടില്ല. അത്തിര വരെ ഗതികേട്. ബഹ്റൈൻ കേരള സുന്നി ജമാഅത്ത് അത് ആഴ്ചകളോളം ആഘോഷിച്ച് ചോദ്യകർത്താക്കൾക്ക് സ്വീകരണം നൽകി. നിങ്ങളുടെ ആ അനസിനെ ഞങ്ങൾ വിളിച്ചു, മുന്നിൽ കിട്ടണമെന്ന് പറഞ്ഞു. നിങ്ങൾ പിറ്റേ ദിവസം ചാൻസ് തരാമെന്ന് പറഞ്ഞു, ടിക്കറ്റ് എടുത്ത് നാട്ടിലേക്ക് കയറ്റി. ഇതൊക്കെ ഇവിടെ സംഭവിച്ചതാ സഹോദര. മാത്രമല്ല അന്ന് ചോദിച്ച ചോദ്യങ്ങൾ ഇന്നും നിലനിൽക്കുകയാണ്. ലാസ്റ്റ് നിങ്ങൾ പോയ എങ്ങനെയെന്നാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും ചെയ്യാൻ പാടില്ലാത്തത് ഇസ്ലാമിൽ ചെയ്യാൻ പാടില്ല എന്ന് ആര് പഠിപ്പിച്ചു മൗലവി? നിങ്ങൾ പൗരോഹിത്യം ഇസ്ലാമിൽ കടത്തിക്കൂട്ടുന്നു എന്ന് മുഖത്ത് നോക്കി നിങ്ങൾ പണ്ഡിതന്മാരോട് ചോദിച്ച സമയത്ത് കാമാ പറയാൻ അറിയാതെ പിരിച്ചുവിട്ടതല്ലേ നിങ്ങളുടെ മുഖാമുഖം? ആ പിരിച്ചുവിട്ട ലാസ്റ്റ് ഭാഗം ഏതെങ്കിലും മൗലവിമാർ കാണിച്ചു തരാൻ നാട്ടിലുണ്ടെങ്കിൽ ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. ഇന്നും എന്റെ കയ്യിൽ അത് എന്റെ സുഹൃത്തുക്കൾ റെക്കോർഡ് ചെയ്തിട്ട് ആ ലാസ്റ്റ് ഭാഗം ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് ഞാൻ പറയുന്ന ഭാഗം ഇപ്പോഴും ഞങ്ങളുടെ കൈവശമുണ്ട്. നിങ്ങളുടെ CD-യിൽ അതില്ല. അത് മാത്രമല്ല അന്ന് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ പറയുകയും ചെയ്ത് ഞങ്ങളെ പറഞ്ഞാച്ചാരാന്നാ നൗഷാദ് ഹസനി ഉസ്താദ് തന്നെയാ പറഞ്ഞാച്ച് പോയേ. EK അബൂബക്കർ മുസ്ലിയാരുടെ EK ഹസൻ മുസ്ലിയാരുടെ പേരിൽ ഫാത്തിഹ ഓതി ദുആ ചെയ്ത് തന്നിട്ടാണ് ഞങ്ങൾ പറഞ്ഞത്. ആ EK ഹസൻ മുസ്ലിയാരുടെ കറാമത്താണ് അവിടെ കണ്ടത്. അല്ലാതെ എന്നെ പോലത്തെ ഒരു സാധാരണക്കാരന്റെ ഒരു കഴിവല്ലത്. ആ EK ഹസൻ മുസ്ലിയാരുടെ കറാമത്ത് കണ്ടുകൊണ്ട് നട്ടം തിരിഞ്ഞതാണ് നിങ്ങൾ. നിങ്ങളുടെ ജിന്നിന്റെ ഈ ശബ്ദം തന്നെ സക്കരിയ സലാഹി നിങ്ങളുടെ സംഘടനയിൽ ഉണ്ടായിരിക്കെ തൗഹീദ് പറയാൻ നിങ്ങൾക്ക് അവകാശമില്ല എന്ന് പറഞ്ഞിട്ട് സക്കരിയാക്ക് ആ വാദമില്ല എന്ന് പറഞ്ഞ് നിലവിളിക്കുകയാണ് അനസ് ചെയ്തത്. മാത്രമല്ല അൽ ഇസ്ലാം ഉദ്ധരിച്ച് ഞാൻ പറഞ്ഞു. അതിനുശേഷവും ഇവ കരയുകയാണ് ചെയ്തത്. പിന്നീട് മൈക്ക് പിടിച്ചു വെറ്റി മധ്യസ്ഥം പറഞ്ഞു. എന്നതിന് ശേഷം 2-3 ആൾക്കാർക്ക് കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞു. നിങ്ങളുടെ മുജാഹിദുകളെ ക്യൂയിൽ നിർത്തി മൈക്ക് തട്ടിയെടുത്തു. പിന്നീട് മൈക്ക് തരാതിരുന്നു, മൈക്ക് ചോദിച്ചു വാങ്ങി. ഈ പ്രശ്നങ്ങളെല്ലാം നിങ്ങൾ CD-യിൽ നിന്ന് കട്ടാക്കിയത് ബഹ്റൈനിലെ മുഴുവൻ ആൾക്കാർക്കും അറിയാം. മാത്രമല്ല ബഹ്റൈനിൽ മുഖാമുഖം സംഘടിപ്പിക്കാൻ മുഖ്യ പങ്ക് വഹിച്ച അതിന് പണം വരെ ഇറക്കുന്ന ആളെടുത്ത് പിറ്റേ ദിവസം ഞാൻ പോയി ചോദിച്ചു, ടിക്കറ്റ് എടുത്ത് കൊണ്ടുവന്നത് പച്ച കള്ളം പറയാനാണോ നിങ്ങളെ മൗലവിമാരെ? അവൻ പറഞ്ഞു ഞാനൊന്നും സംസാരിക്കാനില്ലേ. ഇങ്ങനെ വെറുതെ വിടാതെയാണ് നിങ്ങളുടെ എല്ലാവരെയും അന്നും നിങ്ങളുടെ മൗലവിമാരെ സംവാദം കഴിഞ്ഞ ശേഷവും ചോദ്യം ചെയ്ത് മാപ്പ് പറയിപ്പിച്ച ശേഷം മാത്രമാണ് അവിടുന്ന് ഞാനിങ്ങ് പോന്നത് എന്നും സന്തോഷപൂർവ്വം അൻവർ അഹമ്മദിനെ അറിയിക്കുകയാണ്. മാത്രമല്ല അത് കഴിഞ്ഞതിന് ശേഷം ഒരു മൗലവി എന്നോട് വന്നിട്ട് ചോദിച്ചു, മൗലവി ലാസ്റ്റ് തോറ്റെന്നെല്ലാം സമ്മതിച്ചവരെ ചോദിച്ചു. എന്നാൽ എനിക്കൊരു ചോദ്യം ചോദിക്കാറുണ്ട്. എല്ലാ മൗലവിമാരും വട്ടം കൂടി നിന്നു. എന്തിനാണ് നിങ്ങൾ ഇതിനൊക്കെ പാടുപെടുന്നത്? അള്ളാഹു അല്ലാത്തവരോട് ചോദിക്കാനല്ലേ? നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ അള്ളാഹുവിനോട് ചോദിച്ചാ പോരെ, എന്നാ കുഴപ്പം തീർന്നില്ലേ? ഞാൻ ചോദിച്ചു, നിങ്ങൾ അള്ളാഹുവിനോട് മാത്രം ചോദിക്കണം എന്ന് പറയുന്ന വിശ്വാസക്കാരനാണോ? അതെ എന്ന് പറഞ്ഞു. അദ്ദേഹത്തോട് എടുത്തടിക്ക് ഞാൻ ചോദിച്ചു, നിങ്ങളിപ്പോൾ ചോദിക്കുന്നത് ആരോടാണ്? അദ്ദേഹം പറഞ്ഞു, ഞാൻ ചോദിക്കുന്നത് നിങ്ങളോടാണ്. ഞാൻ ചോദിച്ചു, ഞാൻ അള്ളാഹുവാണോ? മൗലവിമാർ ഒന്നടങ്കം അവിടുന്ന് ചിരിച്ച് ചോദിച്ച മൗലവിയെ നിങ്ങളുടെ ഗ്രൂപ്പിൽപ്പെട്ടവർ പരിഹസിച്ചു. എന്നിട്ട് ആ സന്തോഷത്തോടെ ആഘോഷിച്ചുകൊണ്ടാ മോനെ നല്ല ആൺകുട്ടിയായിട്ട് ഇങ്ങ് പോകുന്നത്. ഏതായാലും ഇൻഷാ അല്ലാഹ് ഇതെല്ലാം പറയാൻ ഒരവസരം നൽകിയ നിങ്ങൾക്ക് നന്ദി പറയുന്നതോടൊപ്പം അത് നിങ്ങളെ കൊണ്ട് പറയിപ്പിച്ച അള്ളാഹുവിന് 1000 ശുക്ർ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. കല്ലേരി വെറുതെ കളവ് പറയാതെ, വെറുതെ ബെടായി. കല്ലേരിയെ കുറിച്ച് എല്ലാവർക്കും അറിയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അത്
ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പയ്യോട് ഉസ്താദ് മൈക്ക് പോയിട്ടുണ്ട്. ഉസ്താദ് കേൾക്കുന്നുണ്ടോ? ബൗൺസ് ചെയ്യണോ? പയ്യോട് ഉസ്താദ് പറയുന്നത് കേൾക്കുന്നുണ്ടോ? കല്ലേരി മൈക്കിലേക്ക് വരുന്നുണ്ടോ? ഈ പറഞ്ഞ സംവാദത്തില് വളരെ രസകരമായ ഒരു ചോദ്യ സെഷൻ ഉണ്ട്. സുന്നികൾ ചോദ്യം ചോദിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെ നിന്ന് വിളിച്ചാലും കേൾക്കില്ല എന്നുള്ളതിന് ഒരു ആയത്ത് ഓതാൻ പറഞ്ഞു. ഈ ആയത്ത് ഓതുന്നില്ല. ഇയാൾ പറയുന്നത് അത് ഞങ്ങൾ വിഷയാവതരണത്തിൽ എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഉസ്താദ് മൈക്ക് വിട്ടു. അവരജ നമ്മളാ വിഷയം ചർച്ച ചെയ്യുന്നതിന് മുമ്പ് ഓല് വരട്ടെ എന്നില്ല ഞാൻ പറഞ്ഞു. നമ്മളാ വിഷയം, എനിക്ക് ഈ വിഷയം പെട്ടെന്ന് ചർച്ച ചെയ്ത് തീരുമാനിക്കാൻ പറ്റുന്ന കേസേ ഉള്ളൂ. പക്ഷേ അത് വേണ്ട, അത് അവരെല്ലാം വരണോ, എനിക്ക് ഓലെ തന്നെ കിട്ടണം. ഞാൻ അതുകൊണ്ടല്ലേ ഈ പറയാണ്ട് കുത്തിരിക്കണേ. അൻവർ അഹമ്മദ് ഹാസ് ലെഫ്റ്റ് ദി റൂം. എന്താ എല്ലാ മൗലവിമാരും പോയില്ലേ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മയൂരിസ്ഥാന്റെ കയ്യിൽ നിന്ന് മൈക്ക് പോയിട്ടുണ്ട്. ഏതായാലും ഇൻഷാ അല്ലാഹ് ഉസ്താദിനോടൊക്കെ സോറി പറയുകയാണ്. കാരണം അത് കുറച്ച് പറഞ്ഞു പോയതാ. കാരണം എന്താന്നാ, ഈ മുഖാമുഖം കഴിഞ്ഞ ശേഷം മരിച്ച വീട് പോലെയാണ് എല്ലാ മൂലന്മാരും. എല്ലാ മൂലവും ഏകദേശം ഇവിടെയുള്ള ആൾക്കാരൊക്കെ ഞങ്ങള് ബന്ധപ്പെട്ടിട്ടുണ്ട്. മിണ്ടാട്ടില്ലായിരുന്നു. എന്നിട്ട് ഇപ്പൊ മൂപ്പർ ഒരു കളവുമായിട്ട് വരുന്നു. ഏതായാലും അത് പറയാൻ ചാൻസ് തന്നെ അദ്ദേഹത്തിന് ഏതായാലും നന്ദി. ഏതായാലും ഇൻഷാ അല്ലാഹ് വയ്യോളി ഉസ്താദ് മൈക്കിലേക്ക് വരും. വരുന്നത് വരെ ഇൻഷാ അല്ലാഹ് അബ്രാജി മൈക്കിൽ തുടരണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മൈക്ക് വിടുന്നു. അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാഹ് അത് നിങ്ങൾ ഇന്ന് കേട്ടതാണ്. ഇവിടുന്ന് ആ സംവാദത്തിന്റെ ചില ഭാഗങ്ങൾ നിങ്ങൾ ഇന്ന് കേട്ടതാണ്. ഇവിടുന്ന് എനിക്ക് ഓർമ്മയുണ്ട് പഴയ സംവാദം. അതിനുശേഷം അനസോ വേറെ അവരെ പ്രസംഗത്തിൽ തന്നെ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അതിന്റെ ക്ലിപ്പുണ്ട്. അനസ് പറഞ്ഞ് അന്ന് ചോദിച്ചത് ഞാൻ ഇങ്ങനെ മറുപടി പറയാൻ കഴിയാതെ ഇതായിപ്പോയി എന്നൊക്കെ അനസ് പറഞ്ഞ ഏതൊരു പരിപാടിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതിനുശേഷം ഇപ്പോ ഇവര് പറയുന്ന ഉസ്സംകടിയിൽ ഇവര് മലയാളം കട്ടിട്ട് വായിച്ചവരാം. പിന്നെയല്ലേ ഈ അറബി കട്ടിട്ട് വായിക്കുന്നു. അല്ലെങ്കിൽ ഇല്ലത്താനി പറഞ്ഞ ഓർമ്മയുണ്ടോ? ഇല്ലത്താനി നോക്കിയാൽ കാണാം അതിനകത്ത്. അതൊക്കെ ഇവർ കള്ളത്തരം മാത്രം കാണിക്കുന്നവർക്ക് പിന്നെ അതൊക്കെ ചെയ്യാൻ കഴിയൂ. അവരെ ജയിച്ചെന്നോ അല്ലെങ്കിൽ പറയാൻ കഴിയില്ല. ഒക്കെ ഇൻഷാ അല്ലാഹ് ഒരാൾ മൈക്കിനെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഷിഹാബ് 450 മൈക്കിനാണോ നിങ്ങൾ കൈ കൊണ്ടിച്ചിട്ടുള്ളത്? അതോ മേലത്തെ സഫിൽ വന്നതാണോ? മൈക്ക് വേണോ നിങ്ങൾക്ക്? മൈക്ക് വേണമല്ലേ? ഓക്കെ, മൈക്ക് വിട്ടു, നിങ്ങൾക്ക് വേണ്ടി വിട്ടു. ഹലോ, അസ്സലാമു അലൈക്കും. എന്റെ ശബ്ദം കേൾക്കാമോ? എനിക്ക് ഇതൊരു ചെറിയൊരു സംശയമുണ്ട്. നമുക്കിപ്പോ അടുത്ത് വരുന്നത് നബിദിനാണ്. നബിദിന റബീഉൽ അവ്വൽ 12-ന് നബി ജനിച്ചതായിട്ട് റിപ്പോർട്ട് ഉണ്ട്. റബീഉൽ അവ്വൽ തന്നെ ചില ദിവസങ്ങളിൽ വേറെ മാറ്റുള്ള ദിവസങ്ങളിലായിട്ട് റിപ്പോർട്ടുണ്ട്. അപ്പോ നബി മരിച്ചതിന് റബീഉൽ അവ്വൽ 12-ന് തന്നെയാണ് നമുക്ക് ശരിയായ റിപ്പോർട്ട് കിട്ടിയിട്ടുള്ളത്. നമ്മൾ ഈ ചെയ്യണ കാര്യങ്ങള് അതൊരു അമലായിട്ട് നമുക്ക് സ്വീകരിക്കുവോ ഇതില് വ്യത്യാസങ്ങളുള്ള സാഹചര്യത്തിൽ? അതാണ് എന്റെ ചോദ്യം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഹലോ, അസ്സലാമു അലൈക്കും. വ്യത്യാസമുള്ള സാഹചര്യത്തില് നമ്മൾ ചെയ്യുന്നത് അമലായിട്ട് സ്വീകരിക്കുന്നു. എന്ത് വ്യത്യാസമുള്ള സാഹചര്യത്തില്? എന്ത് വ്യത്യാസമുള്ള സാഹചര്യത്തിലെ സുഹൃത്ത് അമലായി സ്വീകരിക്കുമെന്ന് ചോദിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച ദിവസം അന്ന്
അദ്ദേഹം പറയല് നല്ല അമലായി സ്വീകരിക്കോ എന്നുള്ള സംശയം വരാനുള്ള റീസൺ പറഞ്ഞല്ലോ. ആ റീസൺ എന്തായിരുന്നു? വ്യത്യാസമുള്ളത് വേണം. എന്ത് വ്യത്യാസമുള്ളതുകൊണ്ട്? ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ശബ്ദം കേൾക്കണില്ലേ? അബ്രജോ, അയാള് പറഞ്ഞെന്ന് വെച്ചാല് റസൂല് ജനിച്ച ഡേറ്റ് ഉണ്ടല്ലോ, അതില് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. 12-നാണ് എല്ലാവരും 13-നൊക്കെ വ്യത്യാസം ഉണ്ടാവുമല്ലോ. അപ്പൊ അതിന് മൂപ്പർക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെ നബിദിനം കൊണ്ടാടിയാലും കുഴപ്പമില്ല. കൊണ്ടാടിയാലും എന്ത് ചെയ്താലും, മൗലൂദ് ഓതിയാലും, നേർച്ച കഴിച്ചാലും, നബിദിനം കഴിച്ചാലും, പാട്ട് പാടിയാലൊക്കെ അത് സ്വീകരിക്കപ്പെടുവോ ഇല്ലേ എന്ന് മാത്രമേ സംശയമുള്ളൂ. അതിപ്പോ നിസ്കാരത്തിലൊക്കെ മാറി തന്നെയാണ്. നമ്മൾ നിസ്കരിക്കുന്നുണ്ട്, നോമ്പ് വെൽക്കുന്നുണ്ട്. അപ്പൊ അത് നമ്മൾ ചെയ്യുന്നുണ്ട്. കബൂലാകോലും ഇപ്പൊ അള്ളാന്റെ അടുത്തല്ലേ, ഓരോരുത്തരെയും നിയ്യത്തിനെ കുറിച്ചല്ലേ. പിന്നെ സ്വലാത്ത് എന്ന് പറഞ്ഞതാണ് സ്വീകരിക്കപ്പെടണം എന്നുള്ള വിഷയത്തിൽ തർക്കേ ഇല്ല പണ്ഡിതന്മാർക്കിടയിൽ. അത് എങ്ങനെ ചൊല്ലിയാലും കൂലിയിട്ടുള്ളൊരു ഇബാദത്താണ് സ്വലാത്ത് പറഞ്ഞാൽ. അപ്പൊ പിന്നെ അയാൾക്ക് എന്തില്ല ആ സംശയം ഉണ്ടാവില്ലാന്ന് ഞാൻ മനസ്സിലാക്കണം. ഇനി പയ്യോളിസ്ഥാനുണ്ട് ഞാന് അപ്പുറം ചോദ്യം മനസ്സിലായില്ലാതെ തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് പയ്യോളിസ്ഥാദ് മൈക്കിലേക്ക് വരും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞാൻ എന്റെ മൈക്ക് ഇങ്ങനെ കട്ടായി പോകുന്നതുകൊണ്ട് ഒന്ന് പുറത്ത് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് വന്ന് നോക്കിയതാണ്. അപ്പൊ ഉസ്താദ് ഞാനൊന്നും കേട്ടിട്ടില്ല എന്താ സംഭവം എന്നുള്ളത്. പക്ഷെ എനിക്ക് പറയാനുള്ള എന്താ അറിയോ, ഞാനിപ്പോഴും പറയുന്നു, എന്റെ ശബ്ദം കേൾക്കുന്ന മുജാഹിദ് പ്രവർത്തകന്മാരോട്, ഇബ്നു ഹജർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഗ്രന്ഥത്തിൽ അത് നിങ്ങൾ ഹലോ, പയ്യാളിസ്താവ് പോയോ? ഇതിപ്പോ കൂരാട്ടിലും മൂലയില് വയലുതരണ മാതിരിയാകുമല്ലോ. കൂരാട്ടിലും മൂലയില് വയലുതരണപ്പോഴേ ഇതേമാതിരി കൂരാട്ടുകാരെ നായ്ക്കളേറപ്പോ മൂപ്പർക്ക് തൊണ്ടെന്തായി, തൊണ്ടിയിൽ വെള്ളം പറ്റി. അപ്പോത്തിന് ആൾക്കാരൊക്കെ പാടെ വന്നുകാണ്ട് അടി തുടങ്ങി. അപ്പൊ ഇയാൾ കൂരാട്ടുകാരെ നായ്ക്കളെ തൊട്ടാൽ 7 പ്രാവശ്യം കേൾക്കണമെന്നാ പറയണേ. എന്ന മാതിരി ഇപ്പൊ പയ്യൽസ തലയിക്കെട്ടൊക്കെ ഒഴിവാക്കി വന്നിരിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഞാൻ മൈക്ക് വിടാം. അപ്പോ ഇബ്നു ഹജർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഗ്രന്ഥത്തിൽ ആ ഉദ്ധരണി നിങ്ങൾ കാണിച്ചു തന്നാൽ മസ്ജിദുകൾ പൂട്ടിയിട്ട് പകരം സൗണ്ട് കേൾക്കുന്നുണ്ടാ? പയ്യോളിസ്ഥാനി തൊപ്പല്ല എന്ത് കഴിച്ചിട്ടും കാര്യമില്ല ഉസ്താദേ. ആ റുക്കയ്യനും ഷറയ്യനും കൊടുത്തിട്ട് അബൂസുഫാൻ ഉസ്താദ് കേൾക്കുന്നുണ്ടാ? ആ റുക്കയ്യനും ഷറയ്യനും കൊണ്ടുപോയിട്ട് ഒന്ന് പയ്യോളിസ്ഥാൻ ഒന്ന് ഉഴിഞ്ഞ് ശരിയാക്കാണ്ട്. ഉസ്താദിന്റെ ആ നെറ്റിൽ ആ ജിന്ന് കയറിയതാണ് സംഭവം. അതാണെന്ന് തോന്നുന്നുണ്ട്. ഇപ്പൊ കുറെ നേരമായി ആ റുക്കയും ഷറയും കൂടെ കയറിയതാന്ന് തോന്നുന്നുണ്ട്. ഏതായാലും അതൊന്നും ഇറക്കണം. അതിന്റെ ഇടയിൽ വേറെ രസമുണ്ട്. ശ്രദ്ധിച്ചെന്നറിയില്ല, അൻവർ അഹമ്മദ് നേരത്തെ പറഞ്ഞതിന്റെ ഇടയിൽ ഒരു കാര്യം കൂടെ പറഞ്ഞു. ഇപ്പൊ ഞങ്ങള് കേരളത്തില് അങ്ങോളം ഇങ്ങോളം ഞങ്ങള് നിങ്ങളെ ശരിയാക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് എന്നും കൂടെ അദ്ദേഹം പറഞ്ഞു. എന്താ തുടങ്ങിയതെന്ന് അദ്ദേഹം പറഞ്ഞില്ല. അപ്പൊ നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുന്നത് നമുക്ക് എന്താണ് തുടങ്ങിയത് എന്നുള്ളത് നമ്മളെ ക്ലാസ് റൂമിന്റെ ചർച്ച തുടങ്ങുന്ന സമയത്തുള്ള ക്ലിപ്പുകൾ ഇട്ട സമയത്ത് നമ്മളെ ഷാർജയിലെ ലിഫ്റ്റ് ഓപ്പറേറ്റർ ഗൽഗറസ്ഥാന്റെ ലിഫ്റ്റ് ഓപ്പറേറ്റർ ശരിക്കും പറയണം എന്താണ് തുടങ്ങിയത് എന്നുള്ളത്. അതേപോലെ തന്നെ അതിന്റെ തൊട്ടു മുമ്പ് നമ്മളെ കലക്കിയും അതേപോലെ അതിന് മറുപടിയും പറയുന്നുണ്ട്. അപ്പോ അതെ തല്ല് തുടങ്ങി എന്നുള്ളതാണ്. അത് അൻവർ അഹമ്മദ് നമ്മളോട് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പറയും ഇൻഷാ അല്ലാഹ്. വയോളസ്താവ് വരും. വയോളസ്താവ് കേൾക്കുന്നുണ്ടാ? ഏതായാലും മാഷാ അല്ലാഹ് നമ്മളെ റഷീദ് കല്ലേരി
നന്നായിട്ടുണ്ട് അത് ഇൻഷാ അല്ലാഹ്. ഏതായാലും വയ്യ ഉസ്താദ് വരും. ഉസ്താദ് ആ ജിന്നിനെ ഇറക്കണം. നമ്മൾ അബൂ സുബ്ഹാൻ ഉസ്താദിനെ കൊണ്ടുപോകുന്ന നല്ലത് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഏതായാലും ഞാൻ ആയിക്കോട്ടെ. VKM സംസം നിങ്ങൾ പറയുന്നൊന്നും കേൾക്കുന്നില്ല കേട്ടോ. നിങ്ങൾ പറയുന്നതൊന്നും കേൾക്കുന്നില്ല. ഞാൻ ഇൻഷാ അല്ലാഹ് ഹുസൈൻ കരിപ്പൂർ ഉസ്താദ് വന്നിട്ടുണ്ട്, മൈക്ക് റിലീസ് ചെയ്യുന്നു ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അല്ലാഹ്. കേൾക്കുന്നുണ്ടോ? ആ, പയ്യോളിസ്ഥാനിന് എന്താ ജിന്ന് വായിച്ചിക്കാൻ തോന്നുന്നുണ്ടല്ലോ. പയ്യോളിസ്ഥാൻ ഒന്ന് അൺബോൺസ് പിന്നെ ഒന്ന് ബോൺസ് ചെയ്തിട്ട് ഒന്ന് അൺബോൺസ് ചെയ്താളി. പയ്യോളിസ്ഥാൻ കേൾക്കുന്നില്ലല്ലോ. കേൾക്കുന്നുണ്ടോ? പയ്യോളിസ്ഥാൻ കേൾക്കുന്നുണ്ടോ? ഇല്ല. അപ്പം ഏതായിരുന്നാലും ഇപ്പം അൻവർ അഹമ്മദ് പിന്നെ എവിടോ എന്തോ ആരോ കിതാബ് കാണിച്ചു കൊടുത്തു എന്നും ഉദ്ധരണി കാണിച്ചു കൊടുത്ത് അവർ ഞെട്ടി എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഏത് ഉദ്ധരണിയാണെന്ന് പറയുമ്പോൾ അത് CD-യിലുണ്ട്, CD നിങ്ങൾ ഇറക്കാത്തോണ്ടാണ്. ആ ഏത് കിതാബിലാണെന്ന് പറഞ്ഞാൽ കിതാബിന്റെ പേര് പറയണില്ല, കിതാബിന്റെ ഉദ്ധരണി പറയണില്ല. ഇങ്ങനെയൊക്കെയാണ് ആശയപ്രചരണം. ഇവിടെ ഒരുപാട് ആളുകളുണ്ട്. ഇവിടെ 339 ആളുകൾ ഇപ്പൊ ഓൾറെഡി ആയിട്ടുണ്ട്. അവർക്കെങ്കിലും ആ ഉദ്ധരണി എന്താണെന്ന് മനസ്സിലാക്കാന് അൻവർ അഹമ്മദിനെ ആ ഉദ്ധരണി ഒന്ന് വായിക്കേ, അല്ലെ ഇന്ന കിതാബിലാണെന്ന് പറയേ, എന്തെങ്കിലും ചെയ്യാമായിരുന്നു. പക്ഷെ എവിടെ ചെയ്യണ്? പിന്നെ ഇതിന്റെ ഇടയിൽ പിന്നെ ഒരാളെന്ത് പറഞ്ഞു, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനന തീയതിയിൽ മാറ്റമുണ്ട്, അതുകൊണ്ട് ഏത് ദിവസമാണ് ചെയ്താൽ അതിന് പിന്നെ പ്രതിഫലം ലഭിക്കോ എന്നുള്ള ഒരു ചോദ്യം. ആ ചോദ്യത്തിന് മറുപടി പറയാനുള്ള എന്താ വെച്ചാല്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ എപ്പ കഴിച്ചാലും എന്ത് ചെയ്താലും അതിന്റെ പ്രതിഫലം നമുക്ക് ലഭിക്കും എന്നതാണ്. പിന്നെ ആ ദിവസത്തിന് പിന്നെ പ്രബലമായ അഭിപ്രായം, ഉലമാക്കൾ മുഴുവനും ഏകോപിച്ചിട്ടുള്ള പ്രബലമായ അഭിപ്രായമാണ് റബീഉൽ അവ്വൽ 12. ഇബ്നു കസീർ അടക്കമുള്ള ഉലമാക്കള്, ആലിമീങ്ങള് അത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനപ്പെട്ട പയ്യോളിസ്താദ് വീണ്ടും എത്തിയിട്ടുണ്ട്. ഇനി ജിന്ന് ബാധിക്കാതിരിക്കട്ടെ എന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് മൈക്ക് റിലീസ് ചെയ്യുന്നു. AT കരീം മുകളിലുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തോ ഈ സമയത്ത് വല്ലാതൊരു പ്രയാസം അനുഭവപ്പെടുന്നു. ഇനി ശരിയാകുമെന്ന് പ്രതീക്ഷിക്കാം നമുക്ക്. അല്ലാഹു തആല ശരിയാക്കി തരും. ഞാൻ എന്തെല്ലാം മജബാണ് കേൾക്കുന്നു നാം ഇന്ന്, കാരണം ജിന്നാണ്. പുത്തൻ ഖവാരിജുകളെന്ന് പേരുള്ളോര് മൊത്തം ഇസ്ലാമില് മാറ്റം വരുത്തുന്നോർ. മരുഭൂമിയെന്നോ ജനാദേശമെന്നോ മൗലവിമാർ കേട്ടാൽ പൊട്ടിത്തെറിക്കുന്നോ. പുതുപുത്തൻ വാദങ്ങൾ ദീനിൽ വരുത്തിയോർ പുതുതായി തൗഹീദും ശിർക്കും തിരുത്തിയോർ.
മാർഗം മറഞ്ഞാൽ ശീർക്കെന്ന് ചൊന്നവർ മലക്കം മാറിപ്പോൾ ജിന്നിന് കേണിഞ്ഞവർ നെട്ടോട്ടം ഓടുന്നു ജാഹിൽ മൗലവിമാർ നട്ടം തിരിയുന്നു പിന്നിലാണ് ചേർന്നോർ. ഏതായാലും ഇവരെ ചെറുന്ന് അല്ലാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ബാല പിന്നെ ബാക്കി പാടാ ഇൻഷാ അല്ലാഹ്. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കേൾവിക്കാരെ ഉസ്താദ് അടക്കമുള്ള എല്ലാ ഉസ്താദ്മാർക്കും ദീർഘായുസ്സും ആരോഗ്യവും ആഫിയത്തും കൊടുക്കുമാറാവട്ടെ. പയ്യോളി ഉസ്താദ് നിങ്ങളെ മൈക്കിങ്ങനെ ഇടക്കിടക്ക് പോലും വന്ന് ചെയ്തുകൊണ്ട് ഈ ജിന്നാണെന്നുള്ള അഭിപ്രായം പറഞ്ഞു. അപ്പൊ എന്താക്കിയതാ, കീശേരി ഉസ്താദ് ഒരു റുക്കിയ നടത്തിയതാ കേൾവിക്കാരെ ഉസ്താദിനെ കൊണ്ടുവന്നിട്ട്. ഏതായാലും ഇൻഷാ അല്ലാഹ് ഞാൻ മൈക്ക് വിടുന്ന്. ഇനി ഏതായാലും പോകുന്നു തോന്നുന്നില്ല. ഒന്നും കൂടെ നോക്കാം നമുക്ക്. അപ്പോഴേ അസ്സലാമു അലൈക്കും. ഇതെന്താ മൊയ്തീൻ കുട്ടി പോലെ? അതാണ് ജിന്നുവാല. കരീമേ നല്ല ജിന്നുവാലാണ്. ഏതായാലും പിന്നെ റഷീഖ് അല്ലേരി ആ റുക്കിയൽ ഊത്തില്ലേറ്റായിരിക്കും വയ്യലിസ്ഥാന്റെ അപ്പൊ പോയത്. മാഷാ അല്ലാഹ്. ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഹലോ, അസ്സലാമു അലൈക്കും. കേൾക്കുന്നില്ലേ? ഹലോ, പയ്യോൾ ഉസ്താദിന്റെ ഒന്നും മൈക്ക് പോണ് വല്ലാത്ത വിഷമമുള്ളൊരു ഘട്ടമായിപ്പോയി. അള്ളാഹു എത്രയും വേഗം അത് ശരിയാക്കി കൊടുക്കട്ടെ. ഇപ്പൊ എന്തായാലും അതിനുള്ള പാട്ടുകളും നമ്മൾ റുക്കിയൊക്കെ നടത്തിയപ്പോ ശരിയാവുമെന്ന് കരുതാൻ ഇൻഷാ അല്ലാഹ്. എന്തായാലും ഈ അൻവർ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പോ കേരളത്തില് മുഴുവൻ ഞങ്ങ തുടങ്ങിയ പണി കാണിച്ചു തരാന്ന്. എന്താണെന്നറിയോ ഇവര് തുടങ്ങിയേക്കണത്? തല്ലൊന്നുമില്ല. ഇവര് നമ്മുടെ പണ്ഡിതന്മാരെ നേരെ നാവ് വളച്ച സ്ഥലങ്ങളിലൊക്കെ വന്ന് തല തല്ലിക്കരയുന്നു. എന്താ ഇപ്പൊ ചെയ്യണത്? ഇവര് കേരളത്തില് എവിടെയൊക്കെ വെച്ച് നമ്മുടെ പണ്ഡിതന്മാരെ കുറ്റം പറഞ്ഞിട്ടുണ്ടോ അവിടൊക്കെ വന്ന് മക്കളെ നിങ്ങൾ തല തല്ലിക്കരഞ്ഞ് ഇതെല്ലാം കൂടി തകിട് പൊടിയാവാൻ പോണ്. ഇനി ഒരു രക്ഷയില്ല, കഴിഞ്ഞു. ആഫീസ് പൂട്ടി. ഇനി ആരെന്ത് തന്നെ പറഞ്ഞിട്ടും കാര്യമില്ല. അള്ള പിടികൂടി. ഇങ്ങനെ കുറച്ചുനാൾ അഴിച്ചു വിട്ടു നോക്കി. പ്രസ്ഥാനം ഏത് കോലത്തിലായി മക്കളെ? തിരിച്ചു പോരിനി. ഇനി വേറെ ഒന്നും പറയാൻ നിൽക്കണ്ട. ഇതിന്റെ അവസാന ഘട്ടത്തിൽക്കായി ഇനി എല്ലായിടത്തും വന്നിട്ട് നടക്കാൻ പോണതാണ് തല തല്ലി കരഞ്ഞ് മക്കള് ആ സങ്കടമൊക്കെ തീർത്ത് ഇൻഷാ അല്ലാഹ് അള്ള തൗഫീഖ് ആയിട്ടുണ്ടെങ്കിൽ ഹിദായത്ത് ഉണ്ടെങ്കിൽ തിരിച്ചു വരും. ഇസംകുട്ടിയൊക്കെ ഈ പാട്ട് പാടിയതൊക്കെ വളരെ നല്ലതാ, ഉപകാരപ്പെടുത്. വരണം തിരിച്ച്. ഈ വേദികളൊക്കെ നിങ്ങൾ ഉപയോഗിച്ചിടത്തൊക്കെ ഞങ്ങൾ പറഞ്ഞത് തെറ്റായിപ്പോയെന്നും ഞങ്ങൾക്ക് അറിവില്ലാണ്ട് പറഞ്ഞു പോയെന്നും ആ തെറ്റ് ഞങ്ങൾ തിരുത്തി ഇൻഷാ അല്ലാഹ് ഞങ്ങൾ വരും, നിങ്ങൾ സ്വീകരിക്കുമെന്ന് എല്ലായിടത്തും വെച്ച് ചോദിക്കും. അല്ലാഹ് പയ്യോൾ ഉസ്താദിന് കൈവക്കിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ മൈക്ക് വിട്ടു. അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും. ഉസ്താദേ, പയ്യോൾ ഉസ്താദ് തൽക്കാലേ പിന്നെന്താ പറയാ, വിശ്രമിച്ചോളിയാ നല്ലത്. കേൾക്കുമ്പോ നമ്മക്ക് തന്നെ അടങ്ങാറാണിത്. അതെ, ചെറുപ്പുസ്താദ് പറഞ്ഞ ഉസ്താദ് പോയിക്കോളിപ്പോ ഉണ്ടോ, നല്ലതൊക്കെ പോയിട്ട് അല്ലാഹ് കടന്നുറങ്ങഞ്ഞെന്ന്. അതിപ്പോ ഇങ്ങനെ ആയിട്ടെങ്കിൽ സംഖ്യ നടക്കൂലല്ലോ, വെറുതെ സമയം പോവാന്നല്ലാതെ. കേൾക്കാൻ ഞങ്ങൾക്ക് ഭയങ്കര അടങ്ങാറുണ്ട്. ഒന്നും വിഷയം പൂർത്തിയാണല്ല. അപ്പൊ അതായിരിക്കും നല്ല. ഇനി ചെറു പുസ്തകം ഉണ്ടല്ലോ ഇവിടെ, പുസ്തക മൈക്കിൽ വരി സംവാദത്തിന്റെ ആളുകൾ പുസ്തകന്മാരല്ലേ. ഇൻഷാ അല്ലാഹ് ഞാന് അതെ പയ്യൽ ഉസ്താദ് ഇനി കഴിയില്ല ഞങ്ങൾക്ക്. നിങ്ങൾ വെറുതെ കുറെ സമയം വെറുതെ പോകുന്നല്ലാതെ ഉപകാരത്തിൽപ്പെടുകയാണെങ്കിൽ തർക്കമില്ല. നമ്മൾ റഷീദ് കല്ലേരിയും അവരൊക്കെ ഉണ്ടല്ലോ, പിന്നെ ഹുസൈൻ കരിപ്പൂർ അവരൊക്കെ ഉണ്ട്. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.
അസ്സലാമു അലൈക്കും. ഇങ്ങനെ ആട്ടണം ഉസ്താദെ നിങ്ങളെ ആ പാവം വയോളി ഉസ്താദിനെ. ഇവിടെ ഇരിക്കാൻ പറഞ്ഞു. അസ്സലാമു അലൈക്കും. അസ്സലാമലൈക്കും. ഈ ചെറിയ പൂതിക്കാരമായി ചെറിയ കുട്ടിയൊക്കെ ഉണ്ട് ഇങ്ങനെ ഈ തുള്ളി കളിച്ചല്. എന്നാ വന്നാ പിന്നെ കുറച്ച് 2 മിനിറ്റ് എന്തെങ്കിലും മൈക്കിൽ പറയാം. മൈക്ക് വന്നാണ്ട് മീൻ തുപ്പലടിക്കുന്ന അരി കളിച്ചോണ്ട് കാര്യണ്ടോ? ഇൻഷാ അല്ലാഹ് റഷീദ് ഞാൻ മൈക്കിട്ടു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വയ്യോളി ഉസ്താദ് കേൾക്കുന്നുണ്ടോ? വയ്യോളി ഉസ്താദിന് മൈക്കിൽ വരുന്നോളി. വയ്യോളി ഉസ്താദ് ഏതായാലും സത്യം ഉസ്താദ് അബൂസബാൻ ഉസ്താദ് പറഞ്ഞ പോലെ തിരെ ഒരു റെഡിയാത്ത കോലം തന്നെയാണ് ഉള്ള ഉസ്താദെ. ഈ എ.ടി. കരീമിന് മൈക്ക് എടുത്താൽ ഇപ്പൊ ഒന്നും അവരുടെ ആശയം എന്തെങ്കിലും പറയാൻ പോലും തീരെ ഒരു ആർജവം കാണിക്കുന്നില്ല. എന്തെങ്കിലും വിളിച്ചു കൂവ മൈക്കിൽ വന്നിട്ട്. എ.ടി. കരീമ് നന്നാവണമെന്നുള്ളൊരു ചിന്ത ഇനിയെങ്കിലും ഇങ്ങക്ക് ഉണ്ടായിക്കൂടെ? നിങ്ങളെ മൗലവിമാർ എത്തേണ്ട ഇടത്തിലെത്തിയില്ല. ഇപ്പൊ എന്താ രസം ഇവിടെ ഈ ഹദീസ് സെമിനാർ നടക്കൂ. അപ്പൊ അതിൽ ഇവരിങ്ങനെ ഈ നമ്മളെല്ലാം തള്ളാൻ പാടില്ല, മുമ്പ് സുന്നികൾ ചെയ്യുന്നതൊക്കെ നമ്മൾ തള്ളി, അതുകൊണ്ട് റുക്കിയൊക്കെ ഉള്ളതാണ്, മന്ത്രമൊക്കെ ഉള്ളതാണ് എന്ന് പറയുമ്പോ എന്തൊക്കെ സംശയ ഇവരെടാടിന്ന് എഴുതി കൊടുക്കുന്നത്. ഇന്നത്തെ റുക്കിയ ഷറിയന്റെ അതിലിപ്പോ അധികവും വരുന്ന ഏതാണാ ഈ നേരത്തെ ആരോ മൈക്കെടുത്ത് പറഞ്ഞു ഊതിയിട്ടുണ്ടാവില്ല. നമ്മളെ ഡോക്ടർ നാസർ സാഹിബ് പറഞ്ഞു ഊത്ത് പോയിക്കുണ്ടാവില്ല, അതുകൊണ്ടാ റുക്കിയ ശരിയാണ്. റുക്കിയ അങ്ങനെ മന്ത്രിക്കുമ്പം ഒരാൾ മറ്റൊരാൾക്ക് മന്ത്രിക്കാൻ പറ്റുമോ? അപ്പൊ അതിനൊരു ഹദീസ് ഓതി. അപ്പൊ പിന്നെ സംശയം അങ്ങനെ ഊതാൻ പാടുണ്ടോ? അപ്പോ ഊതുന്നതിന് ഒരു ഹദീസ് ഓതി. അങ്ങനെ എത്ര അകലത്തിലിരിക്കണം അതിന് വേറൊരു ഹദീസ് ഓതി. ഇങ്ങനെ എത്ര ഇടങ്ങാറായിട്ടാ ഇപ്പൊ ഹദീസ് സെമിനാർ നടത്തുന്നതിന്. ഹദീസ് സെമിനാർ എവരെ ഒന്ന് കേട്ടുനോക്കിയാൽ തന്നെ ലെവലേശ ബുദ്ധിയുള്ള വഹാബികളാണെങ്കിൽ അന്നേരം രാജിവെച്ച് ഏതായാലും സുന്നിയാവും. ഏതായാലും ഇൻഷാ അല്ലാഹ് ഞാൻ മൈക്ക് ഇവിടുന്ന് അജ്മൽ ചൈന വേണമെങ്കിൽ തൽക്കാലം മൈക്കിലേക്ക് വന്ന അബ്ദുൽ കരീമിന് എന്തെങ്കിലും എ.ടി. കരീമിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് മൈക്കിലേക്ക് വന്ന, അല്ലെങ്കിൽ വെറുതെ എന്തെങ്കിലും വിളിച്ചു പോവാൻ. അവിടെ ഒറ്റ മിനിറ്റ്. നമ്മളെ പയ്യോളി ഉസ്താദ് ഒരു മെസ്സേജ് അയക്കുന്നുണ്ട്. ഇബ്നു ഹജറുൽ അസ്കലാനിയുടെ കിതാബിൽ ആ ഉദ്ധരണി കാണിച്ചു തന്നാൽ SGV അടച്ചു മലയാളം റൂമിന്റെ സബ് റൂം ആക്കാം. വഹാബികൾ തയ്യാറാകുമോ? അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. പയ്യോളി ഉസ്താദിന്റെ വെല്ലുവിളിയാണ്. അതാ ഉസ്താദ് അതിൽ തന്നെ ഇട്ടുക്കു. എവരാ പറയുന്ന ഉദ്ധരണി ഇബ്നു ഹജറുൽ അസ്കലാനിയുടെ കിതാബിൽ വായിച്ചു തന്നാൽ ഈ റൂം മലയാള ക്ലാസ് റൂമിന്റെ സബ് റൂമാക്കി മാറ്റാം എന്നാണ് ഉസ്താദ് വാക്ക് തന്നിരിക്കുന്നത്. നാട്ടിലുള്ള ഏതെങ്കിലും മൗലവിമാരുണ്ടെങ്കിൽ വേഗം വിട്ടോ എ.ടി. കരീമെ കൂട്ടിവരാൻ. ഏതായാലും ഇൻഷാ അല്ലാഹ് ഞാൻ മൈക്ക് വിടുന്നു. അസ്സലാമു അലൈക്കും. എ.ടി. കരീം മൈക്ക് വേണമെങ്കിൽ എടുക്ക്, ഇല്ലെങ്കിൽ ആൻഡ്രോയിഡ് സേവ് ആക്ക്. ഇൻഷാ അല്ലാഹ് ഓക്കെ, ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അത്തഹിയ്യാത്തുൽ അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്നുള്ളത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഹലോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എ.ടി. കരീമേ കൊറേ കാലായിക്കണി ഏറ്റവും അത്തയ്യാത്തുള്ള സംശയം ചോദിക്കാറുണ്ട്. ഇപ്പൊ ചോദിച്ചിന് എന്താ എ.ടി. കരീമിന് മറുപടി അറിയാണ്ടത്? ഇപ്പോ റഷീദ് കല്ലേരി പയ്യോളി ഉസ്താദ് പറഞ്ഞു. ഇതിന് തൊട്ടു മുമ്പ് നടന്ന ചർച്ച അതായിരുന്നല്ലോ. ഈ വിഷയത്തിൽ എ.ടി. കരീമിന് എന്ത് പറയാനുണ്ടെന്നാണ് ഇപ്പൊ അറിയേണ്ടത്. ഈ 12:30-1 മണി ആകുന്ന സമയത്ത് എ.ടി. കരീം വരുന്ന അത്തയ്യാത്തിൽ എന്ത് എന്താണെന്നുള്ളതാണ്. അതിനാണ് എ.ടി. കരീം ചെറുപ്പകാലത്ത് സുന്നി മദ്രസ പോകണമെന്ന് എല്ലാവരും പറയുന്നത്. അപ്പൊ അത്തയ്യാത്തിൽ എന്താണുള്ളതെന്ന് അപ്പൊ മനസ്സിലാവും. ഇപ്പൊ എ.ടി. കരീമിനോടുള്ള ചോദ്യം മൈക്കെടുത്തിട്ട് പറയാനുള്ളത്, ഇതിന് തൊട്ട് മുമ്പ് പയ്യോളി ഉസ്താദുമായി നിങ്ങളെ ഒരു കൂട്ടുകാരൻ അൻവർ അഹമ്മദ് നടത്തിയ ചർച്ചയിൽ പയ്യോളി ഉസ്താദ് ഇന്ന് പറഞ്ഞ ആ വിഷയത്തിൽ, ഇപ്പൊ നേരത്തെ പറഞ്ഞ ആ കാര്യം, നമ്മളെ റഷീദ് കല്ലേരി വായിച്ച ആ വിഷയം നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? അതിന് ഉസ്താദ് നിങ്ങൾക്ക് ഏറ്റവും വലിയ
വലിയ ഒരു ഓഫറും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാര്യം സുന്നി ഗ്ലോബൽ വോയിസ് നിങ്ങളുടെ സബ് റൂമായിട്ട് വർക്ക് ചെയ്യുന്ന നിങ്ങളെ നേതാക്കന്മാര് മൊത്തം പേടിക്കുന്ന വിറക്കുന്ന ഒരു റൂമാണ് സുന്നി ഗ്ലോബൽ വോയിസ്. അത് നിങ്ങൾക്ക് എഴുതി തരാനാണ് പയ്യോളിസ്താദ് നിങ്ങൾക്ക് വാക്കുള്ളത്. അതിന് 324 ID ഈ പാതിരാ സമയവും നിങ്ങളെ കൂടെ ഉണ്ട്. നിങ്ങൾക്ക് അതിൽ എന്ത് പറയാനുണ്ട് അതാണ് നിങ്ങൾ പറയേണ്ടത്. അല്ലാതെ അത്തയ്യാത്ത് നമുക്ക് ചർച്ച ചെയ്യാം ഇൻഷാ അല്ലാ. അത്തയ്യാത്ത് നിങ്ങളെ കൊണ്ട് ആയത്തിൽ കുറിച്ച് എല്ലാം ഓദിക്കും ഇൻഷാ അല്ലാ. അത് വിദൂരമല്ലാത്ത ഇപ്പെല്ലാം തുടങ്ങിയല്ലോ. ആയത്തിൽ കുറിച്ച് ഓതി മന്ത്രിക്കലൊക്കെ തുടങ്ങിയല്ലോ. ഇൻഷാ അല്ലാ ശരിയാവും. എല്ലാം അത്തയ്യാത്ത് ഓതി നിങ്ങൾ ഇൻഷാ അല്ലാ കിട്ടും. പൊന്നാല സാഫി തന്നല്ല സുഹൃത്ത്. പിന്നെ അത് അവിടെ ചർച്ച ചെയ്ത വിഷയം തശഹുദാണ്. നിങ്ങൾ പറയുന്ന റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹായത്തേട്ടമാണ് അത്തഹിയ്യാത്തിൽ നടക്കുന്നതെന്നാണ് ചെല്ലുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിനാണ് എന്റെ ചോദ്യം ചോദിച്ചത്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ പേരിലാണ് തശഹുദ് ചൊല്ലിയത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അത് ശരി, അതായിരുന്നു അവിടെയുള്ള ചർച്ച. ഇബ്നു ഹജറിന്റെ കിതാബിൽ കള്ളത്തരം വായിച്ചതല്ലേ, അതാണ് ഞങ്ങൾക്ക് കിട്ടേണ്ട. ആ ഉദ്ധരണി കൊണ്ടുവാ. എന്നാൽ അടച്ചു പൂട്ടും SGV, എന്നിട്ട് തുറക്കും മലയാളം റൂമിന്റെ സബ് റൂം ആക്കിയിട്ട്. മെയിൻ റൂം അല്ല, സബ് റൂം ആക്കി തരും നിങ്ങൾക്ക്. മലയാളം റൂം മെയിൻ ആയിട്ട് നോട്ടന്നിട്ട് പോരെ. മൈക്കെടുത്തിട്ട് പറയൂ, ആ ഉദ്ധരണി വായിക്കൂ, ഏതാണ് ആ കിതാബ് പറയൂ, ആരുടേതാണ് ആ കിതാബ് പറയൂ. മൈക്കെടുത്തോളൂ. ഏട്ടകരിമേ നാളെ ഇറങ്ങിയോ? ഏട്ടകരിമ കേൾക്കുന്നുണ്ടോ? ഒരു ഡോക്ടറില്ലല്ലോ ഏട്ടകരിമേ. ഓക്കെ മൈക്കിൽ വരും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞാൻ അല്ലല്ലോ പറഞ്ഞ അൻവറിനോട് ചോദിക്കണം. അൻവറല്ലേ പറഞ്ഞത്. ഞാൻ ചോദിച്ച ചോദ്യത്തിന് എന്നോട് മറുപടി പറയണം. ഞാൻ ചോദ്യത്തിന് മറുപടി എന്നോടല്ല പറയേണ്ടത്. ഞാൻ ചോദിച്ച ചോദ്യത്തിനല്ല മറുപടി പറയേണ്ടത്. അസ്സലാമു അലൈക്കും. ചോദിച്ച ചോദ്യത്തിനെല്ലാം മറുപടി പറയാം. പക്ഷെ ഇപ്പോഴുള്ള വിഷയം ഇതാണ്. ഞാൻ ഇത്രയും വലിയൊരു ഓഫർ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? എന്താ വീണ്ടും അടിക്കുന്നു. ഈ ഓഫർ നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറുണ്ടോ? ഇബ്നു ഹജർ റളിയല്ലാഹു തആല അൻഹുവിന്റെ പേരിൽ നിങ്ങൾ പറഞ്ഞ പച്ച നുണ, അത് നിങ്ങൾ തെളിയിക്കാൻ നിങ്ങൾക്ക് ബാധ്യതയുണ്ടോ? നിങ്ങളെ നേതാക്കന്മാർ പറഞ്ഞ നുണ തെളിയിക്കാൻ അത് നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ പറ്റുമോ? AT കരീമെ, പറ്റൂലെങ്കിൽ പറ്റണ മൗലവിമാരെ കൊണ്ടുവാ. ഞങ്ങൾക്കൊന്ന് ചർച്ച ചെയ്യണത്. അതിനു വേണ്ടിയാണ്. ഒരു മിനിറ്റ്, എല്ലാവരും ശ്രദ്ധിക്കുക. ആരും ഇപ്പൊ PMO മറ്റോ ഒന്നും അടിക്കരുതേ, ഒന്നും ചെയ്യരുത് കേട്ടോ. ഞാനൊരു കുതിരത്തുമ്മൽ ഓടുകയാണ്. പിന്നെ ജിമെയിലും ഒന്നും ചെയ്യരുത് എന്ന് ശ്രോതാക്കളെ, റേഡിയോ ശ്രോതാക്കളെ ജിമെയിലിൽ പലരും അടിക്കുന്നുണ്ട്. ശ്രദ്ധിക്കുക, ഒന്നും ചെയ്യരുത്. അപ്പോ AT കരീമെ, ആ ഉദ്ധരണി ഒന്ന് കൊണ്ടുവരാൻ കഴിയുമോ? നിങ്ങൾ അവിടെ വായിച്ചു എന്ന് പറഞ്ഞല്ലോ, ഉസ്താദുമാര് കണ്ടില്ല, സുന്നി മൊയ്ലിയാക്കന്മാര് കണ്ടില്ല കിതാബ്. ഷാഫി പ്ലീസ്. പിന്നെ കണ്ടില്ല എന്ന് പറഞ്ഞ കിതാബും അതിന്റെ ഉദ്ധരണി, അതിന്റെ പേജ് നമ്പർ ഒന്നും കാണുന്നില്ല. ആ ഉദ്ധരണി, ആ കിതാബ്, ഇമാമിന്റെ പേര് ഒന്ന് പറയാൻ പറ്റുമോ? മൈക്കെടുത്തോളൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞാൻ കഴിയാത്ത കാര്യം കേൾക്കാറില്ല, അതുകൊണ്ട് എന്റെ ചോദ്യത്തിന് മറുപടി ഉണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നിങ്ങൾക്ക് കഴിയൂലല്ലേ? എന്നാ കഴിയണ മൗലവിമാരെ കൂട്ടിക്കൊണ്ടുപോയി AT കരീമെ. നോണ പറഞ്ഞാൽ തെളിയിക്കാനാവൂല. നോണ പറഞ്ഞാൽ ഇങ്ങനെയാണ് AT കരീമെ. നേതാക്കന്മാർ നോണ പറഞ്ഞ അണികൾക്ക് തെളിയിക്കാൻ കഴിയൂല കരീമെ. പച്ച നുണയാണ് കരീമെ ആ പറഞ്ഞത്. ഈ പറഞ്ഞ ദജ്ജാലിങ്ങളും കദ്ദാബീങ്ങളുമായ നേതാക്കന്മാരെ പിന്നിലല്ലേ കരീമെ ഉള്ളത്. ഇനി എന്തിനാ പറ്റുക എന്ന് ചെന്ന് ചോദിക്ക്. കുറെ ദജ്ജാലിങ്ങളുണ്ടല്ലോ തൊട്ട് താഴെ തന്നെ റൂമായിട്ട് കുത്തിരിക്കണ്. ആ ഉദ്ധരണി ഒന്ന് പറ. പയ്യോളി അടക്ക ശക്കുണു അവിടെ ഇട്ടിട്ട് ദജ്ജാലി എന്ന് പറയണു, കദ്ദാബി എന്ന് പറയണു, ചെന്ന് പറയ്. എന്നിട്ടൊന്ന് പറയിപ്പിക്ക്. ആ ഏത് കിതാബിലാ ഉള്ളത്? ഏത് കിതാബിലാ അതുള്ളത്? ഏതാണ് ആ ഉദ്ധരണി? ആരുടേതാണ് ആ കിതാബ്? ഒന്ന് പറയിപ്പിക്കുവോ?
ഇല്ല, കഴിയൂല കരീമ, നിങ്ങളെ കൊണ്ട് കഴിയൂല. അതിനുള്ള ആൾക്കാരും നിങ്ങളെ കൂട്ടത്തിലില്ല. ഇനി ഞാൻ വിശദീകരിക്കാൻ നിന്നാലേ പിടുത്തം വിടും. ഞാനിപ്പോ വിശദീകരിക്കൂല ആ വിഷയം. ഞാൻ വിശദീകരിക്കാണ്ട് അങ്ങനെ വെക്കുക. ഉസ്താദുമാരോട് ഒരു അപേക്ഷയുണ്ട്, ദയവ് ചെയ്ത് ഉസ്താദുമാരാരും ചാൻസ് കിട്ടുമ്പോ ഈ വിഷയം പറഞ്ഞ് ഇതാക്കരുത്. കാരണം എനിക്കൊരു ചാൻസ് ഇതിൽ അത്രയും വേണം. കാരണം ഞാൻ അത്രയും ആഗ്രഹിച്ച് നിൽക്കുകയാണ്. ഫേസ്ബുക്കിൽ അത്രത്തോളം ഇവര് ഈ വിഷയം ഇങ്ങനെ കടകട എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ഉസ്താദുമാര് ദയവ് ചെയ്ത് എന്റെ ഈ സാഹചര്യം നഷ്ടപ്പെടുത്തരുത് എന്നൊരു അപേക്ഷയുണ്ട്. ആരെങ്കിലും ഈ ചോദ്യമായിട്ട് വന്നിട്ട് അത് പയ്യോളിക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞൊന്ന് ഒഴിവാക്കി തരണം എന്നൊരു അപേക്ഷ ഉസ്താദുമാരോട്, പ്രത്യേകിച്ച് എന്റെ ശബ്ദം കേൾക്കുന്ന നമ്മളെ ബഹുമാനപ്പെട്ട ചെറുപ്പ് ഉസ്താദൊക്കെ ഉണ്ട്. ചെറുപ്പ് ഉസ്താദൊക്കെ ഈ വിഷയമൊക്കെ ഒന്ന് കിട്ടിയുണ്ട് കടഞ്ഞ് കുത്തയച്ച് വിടുങ്ങളെ. ഉസ്താദുമാരാരും ഈ വിഷയം ചെയ്യരുത് എന്നൊരു അപേക്ഷ. കാരണം എനിക്ക് വേണ്ടി മാറ്റിത്തരണം ഇത്. ഇവരൊന്ന് അറക്കാൻ ഇത്ര നല്ലൊരു ചാൻസ് വേറെ കിട്ടിക്കൊള്ളുന്നില്ല ഈ ജീവിതത്തിൽ. ഓക്കെ, അതുകൊണ്ട് ഏറ്റി കരീമേ ആ നോണൊന്ന് പൊളിക്കാൻ ഞാൻ കുറെ കാലമായിട്ട് ഇങ്ങനെ ആലോചിച്ച് വിട്ടിരിക്കുകയായിരുന്നു. അതിന്റെ ഇടയിലാണ് ഇന്ന് ഒരു അൻവർ അഹമ്മദ് വന്നത്. അൻവർ അഹമ്മദ് വന്നിട്ട് മൂപ്പർക്ക് ആ വിഷയം തന്നെ അറിയില്ല, ഒന്നോ കേട്ടതാണ്. മനസ്സിലായോ? അതുകൊണ്ട് ഒന്ന് മൈക്കെടുത്തിട്ട് ഒന്ന് പറയോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മൗലവിമാരൊന്ന് കൊണ്ടുവരും, ഒരപേക്ഷയായി സ്വീകരിച്ചോളൂ. എന്നിട്ട് കൊണ്ടുപോവാ. അവിടെ പറഞ്ഞ പച്ച നോണ ഒന്ന് ഇവിടെ ആവർത്തിക്കാൻ ആഗ്രഹം കൊണ്ടാ. ഒന്ന് കൊണ്ടുപോവാ. ഞാൻ മൈക്ക് വിട്ടു. ഹലോ, അസ്സലാമു അലൈക്കും. ഉസ്താദ്, എത്ര ഇങ്ങനെ മുജാഹിദീങ്ങൾ അങ്ങനെ അറക്കാൻ പറ്റിയ നല്ലൊരു വിഷയം കിട്ടിയിരുന്നുണ്ടെങ്കിൽ ഒരു സംവാദത്തിന് വെച്ചൂടെ MICRക്ക് വന്നിട്ട്? അല്ലെങ്കിൽ ഉസ്താദ് രണ്ട് ഇതിൽ നമുക്കൊന്ന് കേൾക്കാലോ. എന്താണ് ഇപ്പൊ നല്ലൊരു ഉസ്താദിന്റെ വർത്താനം കേട്ടിട്ട് നല്ലൊരു നമുക്ക് ശ്രോതാക്കൾക്കും നല്ലൊരു അതായിട്ട് തോന്നുന്നുണ്ട്. വരണമെന്ന് നല്ല പൂതിയുണ്ട്. പക്ഷെ എന്താ ചെയ്യാ, മുമ്പ് ഞാൻ വന്ന അനുഭവം എനിക്ക് ഇതാക്കി വിടാലോ. പച്ച തെറി വിളിച്ചു കളി അവരെന്നെ പച്ച തെറി വിളിച്ചു കളി. മറ്റു ഞാൻ ഇങ്ങനെ കാത്തുകുത്തിരിക്കൂലായിരുന്നു. സത്യം, ഞാൻ വരുമായിരുന്നു. പക്ഷെ എന്നെ പച്ച തെറി വിളിച്ച് മുമ്പ് ഇറക്കിയതാണ് അവര്. ആര്? അവിടെ ഉണ്ട് ഒരു മൗലവി, അയാൾക്കൊന്നും തീരെ ഒരു ലൈസൻസും ഇല്ല. അതുകൊണ്ടാ മുസ്ലിയാരങ്ങാടി ഒരു മാളത്തിൽ നിന്ന് ലാ യുൽദഖുൽ മുഅ്മിനു മിൻ ഹുജ്രിൻ മറത്തൈനി എന്നല്ലേ, 2 വട്ടം ഒരു മുഅ്മിനായ മനുഷ്യന് ഒരു മാളത്തിൽ നിന്ന് പാമ്പ് കടിക്കാൻ പാടില്ല. ഇന്ന് ഒരു വട്ടം കടിച്ചതാണ്, ഇനിയും ഞാൻ കൈയിട്ട് കൊടുക്കാന്ന് പറഞ്ഞാൽ ശരിയാവുമോ മുസ്ലിയാരങ്ങാടി? ചീത്ത വിളിച്ചതാണ് എന്നെ പച്ച തെറി പറഞ്ഞിട്ട് വിട്ടതാണ്. അതുകൊണ്ട് അതിലൊന്നും കാര്യമില്ല. ഇതാർക്കെങ്കിലും ഇപ്പോ സുന്നികള് തോറ്റു എന്ന് പറയുന്ന സംവാദമല്ലേ, എന്നാ പിന്നെ ഒന്ന് ആഘോഷിക്കാൻ എന്താ ഈ മൗലവിമാർ ഇവിടെ വന്നിട്ട് പയ്യോളിനെ കൊണ്ട് പയ്യോളിനെ ഒന്ന് തോൽപ്പിക്ക്. എനിക്കിഷ്ടാണ്, തോൽക്കട്ടെ പയ്യോളി. അതിനാ ഞാൻ പറഞ്ഞത് ഇത്രയും ആൾക്കാർ 10,315 ഐഡിയിൽ ഏകദേശം 700-ന് പുറത്ത് ആളുകൾ ഇപ്പൊ നമ്മളെ ശബ്ദം ഇവിടെ ലാപ്ടോപ്പിലൂടെ കേൾക്കുന്നവരുണ്ട്. റേഡിയോയിൽ എത്ര ഉണ്ടെന്ന് എനിക്കറിയില്ല. ഇതിനേക്കാളേറെ റേഡിയോ പ്രേക്ഷകരുമുണ്ട്. അവരുടെ ഒക്കെ മുമ്പില് ഇങ്ങനെ പയ്യോളിനൊന്ന് തറവറ്റിക്കാൻ കിട്ടുന്ന ഒരു അവസരം അവരങ്ങനെ നഷ്ടപ്പെടുത്തണോ? അവര് വരട്ടെ, അവര് സംസാരിക്കട്ടെ. അവർക്ക് നന്നായിട്ട് മൈക്ക് കൊടുക്കുന്നുണ്ടല്ലോ. അവരാ കിതാബ് പറയാ, ഇന്ന ആളെ കിതാബാണെന്ന് പറയാ, എന്നിട്ട് ആ ഉദ്ധരണി ഒന്ന് വായിക്കുക. 1006 പേരുണ്ട് അത്രേ റേഡിയോയില്. മാഷാ അല്ലാഹ്, 1006 പേരിൽ എത്ര ആൾക്കാരുണ്ടാവും? ഒരു റേഡിയോന്ന് എത്ര ആളുകൾ കേൾക്കുന്നുണ്ടാവും ലൗഡ് സ്പീക്കറിൽ ഇട്ടാല്? അപ്പൊ ഞാൻ അതൊന്നുമല്ല പറഞ്ഞു മുസ്ലിയാരങ്ങാടി, എനിക്കൊന്ന് കിട്ടണം ആളെ. എനിക്കൊന്ന് ഈ മൗലവിമാരെ ഇവിടെ വെച്ച് കിട്ടണം. ഞമ്മക്കൊന്ന് ആ വിഷയം ചർച്ച ചെയ്യാൻ ഞാൻ മൈക്ക് വിട്ടു. ഹലോ, അസ്സലാമു അലൈക്കും. ഇപ്പൊ ഇവിടെ അടുത്ത് നടന്ന വാമനപുരം സംവാദമാണോ ഉദ്ദേശിക്കണേ? അങ്ങനെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ വെച്ചിട്ട് ഞങ്ങൾക്ക് പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ആ ഒരു സംവാദം വേറെ ദിവസം ഞങ്ങൾക്ക് തെളിവ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് അതേ സ്റ്റേജിൽ തന്നെ നടത്തിക്കൂടെ? നടത്തിയ ആൾക്കാർക്ക് SGVH തന്നെ നടത്തണമെന്നില്ലല്ലോ. എനിക്കിത് കേൾക്കണം എന്നല്ല ആഗ്രഹമുണ്ട്, അതാണ് പറഞ്ഞത്. അതിനാ ചങ്ങായിമാരിക്ക് വരണ്ടേ? നമുക്ക് ഞാൻ SGV തയ്യാറാണ്. ആ മഹാന്മാർക്ക് എന്നെ കൊണ്ടുപോവാ. ഞാൻ SGV തയ്യാറാണ്. ഇന്നെ കൊണ്ട് ഇപ്പൊ ഇതല്ലേ പറ്റൂ. ഞാൻ ഗൾഫിലാണുള്ളത്. SGVയിൽ ഞാൻ തയ്യാറാണ്.
ആ മഹാന്മാരെ തന്നെ കൊണ്ടുപോവാ. ആ ചർച്ചയ്ക്കും തയ്യാറാണ്. ആ ഉദ്ധരണി വെച്ചുകൊണ്ട് ഞാൻ ചർച്ച ചെയ്യാൻ തയ്യാറാണ്. ഞാനതൊക്കെ തയ്യാറാണ്. ഓക്കെ ഹുസൈൻ സാഹിബ്, ജസാക്കുമുല്ലാഹു ഖൈറൻ. ഞാൻ അതിനൊക്കെ തയ്യാറാണ്. അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. ഞാൻ മൈക്ക് വിട്ടു. അസ്സലാമു അലൈക്കും. അല്ല, പയ്യോളിസ്റ്റ് പറഞ്ഞിട്ട് പെട്ടിക്കൂടൊക്കെ തുറന്നിട്ട് മൂച്ചജാമങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വെല്ലുവിളിയൊക്കെ അടച്ചിട്ടുണ്ട്. ആയിക്കോട്ടെ, നമ്മൾ സ്വതന്ത്ര റൂം തുറന്നിട്ട് നോക്കുക. നമ്മള് പണ്ഡിതന്മാരെ കൂട്ടത്തിൽ കിട്ടുമോ നോക്കട്ടെ. എന്ത് ഇവിടെ പറ്റൂലേ നിങ്ങൾക്ക്? ഇത്ര ആൾക്കാർ കേട്ടോട്ടെ കരീമേ. റേഡിയോ കൂടെ എത്ര ആൾക്കാരാ ഇത് കേൾക്കണ്. ഇന്നൊക്കെ ഇത് തോൽപ്പിക്കുന്നത് സ്വകാര്യത്തിൽ വേണ്ടാലോ. പയ്യോളിനെ തറപറ്റിക്കുന്നത് എന്തിനാ സ്വകാര്യത്തിലാക്കുന്നത്? SGVയിൽ ഞങ്ങൾ കയറി SGVയിൽ നിന്ന് പയ്യോളിയെ നിലംപരിശാക്കി എന്ന് നിങ്ങൾക്ക് നാളെ ഫേസ്ബുക്കിൽ അടിച്ചൂടെ? എന്റെ ചങ്ങായി, ഈ ഒരവസരം ഇതെന്തിനാ നഷ്ടപ്പെടുത്തുന്നത്? ഞാൻ പറഞ്ഞില്ലേ AT കരീമേ, SGV ഞങ്ങളെ തറവാടായ SGV നിങ്ങൾക്ക് തീരെ എഴുതി തരാന്നാ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവണില്ലേ? നിങ്ങൾക്ക് അറിയാം AT കരീമേ, ഇത്രയും നല്ലൊരു ഓഫർ വന്നിട്ട് ഇതൊന്നും സ്വീകരിക്കാതിരിക്കുന്നതിന്റെ കാരണം എന്താന്ന് എനിക്ക് നന്നായിട്ടറിയാം. നിങ്ങൾ വരൂല. പച്ച നുണയാണ് കരീമ. നിങ്ങൾക്ക് അറിയായിട്ടാ. നിങ്ങൾക്ക് ആ മൗലവിമാര് പറഞ്ഞ കിതാബും അറിയില്ല, നിങ്ങൾക്ക് ആ ഉദ്ധരണി അറിയില്ല, അതതിലുണ്ടോന്ന് നോക്കാനും അറിയില്ല. അതുകൊണ്ടാണ് നിങ്ങൾ എന്ത് ചെയ്യണത്? ഇപ്പോഴും അതിലുണ്ടാവും, ഇല്ലാണ്ടാ മൗലവിമാർ അങ്ങനെ പറയില്ലല്ലോ എന്നൊക്കെ വിചാരിക്കുന്നത്. അതിന്റെ പിന്നിലൊക്കെ ഒരുപാട് കളികളുണ്ട്. അതൊക്കെ ആ ഉദ്ധരണിയും കിതാബും ഒക്കെ ഞാൻ പഠിപ്പിച്ചു തരുന്ന പറഞ്ഞ അതുകൊണ്ടാ മൗലവിമാരൊന്ന് കിട്ടിയാൽ ശരിക്കും പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വെല്ലുവിളിക്കണത്. ഒന്ന് മൈക്കെടുത്തോളൂ. കരീം തന്നെ മൈക്കെടുക്കട്ടെ. ഇവിടെ വെച്ചുകൊണ്ട് ചർച്ച ചെയ്യാൻ ഞാൻ തയ്യാറാണ്. വേറെ എവിടത്തേക്കും ഇല്ലട്ടോ. അത് ഞാൻ എന്റെ തോൽവിയായിട്ട് സമ്മതിച്ചോളി. എന്നാലും എനിക്ക് പരാതിയൊന്നുമില്ല. ഞാൻ ഇവിടെ വെച്ചുകൊണ്ട് തയ്യാറാണ്. വേറെ എവിടത്തേക്കും വരില്ല. ഇവിടെ SGV എന്ന ഞങ്ങളുടെ തറവാട്ടിൽ വെച്ച് ഞാൻ ഈ ചർച്ചയ്ക്ക് തയ്യാറാണ്. നിങ്ങൾക്കെന്നെ അതിൽ പരാജയപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയുമോ എങ്കിൽ SGV നിങ്ങൾക്ക് തീരെഴുതി തരും. പോരെ? ഈ ഒരു കണ്ടീഷൻ ഞാൻ നിങ്ങൾക്ക് പറയണ്ട്. നമ്മൾ ഈ ചർച്ച നടത്തുന്ന ആ സ്ഥലം SGV നിങ്ങൾക്ക് തീരെ എഴുതി തരും. നിങ്ങളെ സബ് റൂമാക്കി മാറ്റിത്തരും. അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് മൈക്കിലേക്ക് വരാം. അസ്സലാമു അലൈക്കും. തീരെ എഴുതി തരുന്നു വേണ്ട വയ്യുള്ള ഉസ്താദേ. കാരണം സ്വതന്ത്രമായ റൂമിൽ തുല്യ സമയം നിങ്ങൾ ഇവിടെ ആകുമ്പോൾ നിങ്ങൾ ആധിപത്യമല്ലേ വേണ്ട. സ്വതന്ത്രമായ റൂമില് സ്വതന്ത്രമായ ഒരു ചർച്ച വേണ, സ്വകാര്യമല്ല, പരസ്യമായിട്ട് തന്നെ. എന്നിട്ട് നമുക്ക് തശഹൂദ് ഒന്ന് ചർച്ച ചെയ്ത് നോക്കിയാലോ? കാരണം അവിടെ ചർച്ച ചെയ്തപ്പോ നിങ്ങളെ മുസ്ലിയാക്കന്മാരെ വിയർക്കുന്നത് ശരിക്കും എല്ലാവരുടെ വീഡിയോയിൽ കണ്ടതാണ്. അപ്പൊ പിന്നെ ഒന്ന് ചർച്ച ചെയ്ത് നോക്കിയാൽ തർക്കെടുത്തില്ല. സ്വന്തമായ റൂമിൽ നമ്മൾ അന്വേഷിച്ച് നോക്കാൻ പറ്റുമെന്നില്ലെന്ന് അതിനെ പറ്റിയ ആളുകളോട് ചോദിച്ചോട്ടെ. ഞാൻ പണ്ടേന്നല്ല, എല്ലാവർക്കും ഇപ്പൊ ഇയാൾക്ക് അറിയാലോ. ഒന്ന് ചർച്ച ചെയ്ത് നോക്കാം. നമ്മൾ അസ്സലാമു അലൈക്കും. സ്വതന്ത്രമായ റൂമിൽ സമയം വെച്ചുകൊണ്ട് ചർച്ച ആകാൻ പറ്റുമോ? ഇല്ലേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എന്താ AT കരീമേ, എത്ര കാലം നമ്മളിത് തുടങ്ങി വന്ന മുതൽ നിങ്ങളോട് സ്വതന്ത്രമായിട്ട് സംസാരിക്കുകയാണല്ലോ. നിങ്ങൾക്ക് എന്താ ഇവിടെ വന്ന് സംസാരിച്ചാലേ ബേജാറ്? പിന്നെ നിങ്ങൾ ഒരു കാര്യം പറഞ്ഞത്, നിങ്ങൾ പണ്ഡിതനെന്നല്ല അങ്ങനെ തോന്നണ്ട. നിങ്ങളെ പോലെ തന്നെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ നിങ്ങൾ അതേ സ്റ്റേജാണ്. നിങ്ങളെല്ലാ മൗലവിമാരും. നിങ്ങൾക്ക് ഒരു ചുക്കും അറിയില്ല. നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണല്ലോ ഞാനൊരു പണ്ഡിതനെന്നല്ല എന്നിങ്ങനെ സംഭവിക്കുന്നത്. നിങ്ങളെപ്പോലെ തന്നെയാണ്. ഒരു വിവരവും ഇല്ലാത്ത അന്തം കമ്മികളാണ് എല്ലാവരും. അതിൽ യാതൊരു സംശയമില്ല. ഏതാണെങ്കിലും ഈ ഒരു വിഷയത്തിന് സംസാരിച്ച സ്ഥിതിക്ക് മുസ്ലിയാരങ്ങാടി ആണെങ്കിൽ ശരി, AT കരീം ആണെങ്കിൽ ശരി, തുല്യ പങ്കാളിത്തത്തോടുകൂടെ തുല്യ സമയം നിശ്ചയിച്ച് ഇവിടെ ഒരുപാട് സംവാദങ്ങൾ നടന്നു. ഈ ബൈലക്സിൽ ഇത്രയേറെ സംവാദങ്ങൾ എല്ലാ ആളുകളെയും ഇരുത്തി നടത്തിയ മറ്റൊരു റൂമുമില്ല. ഏറ്റവും കൂടുതൽ ആശയ ചർച്ചയ്ക്ക് പങ്കെടുക്കുന്ന റൂം നമ്മുടെ റൂമാണ്. എന്താ നിങ്ങൾക്കൊരു ബേജാറ് ആള് കേൾക്കുന്നതിന്? മാത്രമല്ല, സ്വതന്ത്രമായ ഒരു റൂം എന്നുള്ള രൂപത്തെ കുറിച്ച് നമ്മൾ നേരത്തെ ഇവിടെ ഒരു ചർച്ച നടത്തിയിട്ട് നിങ്ങളുടെ വഹാബി റൂമിൽ ചെയ്ത വഞ്ചന സമൂഹം ഇന്നും മറന്നിട്ടില്ല. നിങ്ങളെ ഊഴെത്തിയപ്പോ അഥവാ പിന്നെ ചർച്ചയുടെ അവസാനം എത്തിയപ്പോ നിങ്ങളുടെ റൂമിൽ നിന്ന് എന്താ ചെയ്തത് നിങ്ങള്? ഓർമ്മ ഉണ്ടോ? മറന്നിട്ടില്ലല്ലോ. അതൊന്നും ഞങ്ങൾ മറന്നിട്ടില്ല സുഹൃത്തെ. അതുകൊണ്ട് തന്നെ ഇവിടെ പിന്നെ അവലോകനം നടക്കുന്ന സമയത്ത് സുന്നികൾ അവലോകനം നടത്തുമ്പോൾ മെല്ലെ കട്ട് ചെയ്തു.
നേരത്തെ ഞാൻ റേഡിയോയിൽ കേൾക്കുകയായിരുന്നു റഷീദ് കല്ലേരി പറയുന്ന വിഷയം. ബഹ്റൈൻ മുഖാമുഖത്തിൽ നിങ്ങൾ ചെയ്ത വഞ്ചന അത് ശരിക്കും എന്ത് ചെയ്തിട്ടുണ്ട്? നേരത്തെ ഹുസൈൻ പിന്നെ നമ്മുടെ കല്ലേരി വിളിച്ചിട്ട് പറഞ്ഞു എന്നതുപോലെ തന്നെയാണ് നിങ്ങൾ എല്ലാ സ്ഥലത്തും ചെയ്യാറ്. എന്തുകൊണ്ട് നിങ്ങൾ ഈ പറയുന്ന വിഷയത്തിലേക്ക് കരീമേ കുറച്ചെങ്കിലും ആത്മാർത്ഥത ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ പറയുന്ന വിഷയത്തോട് ആത്മാർത്ഥത ഉണ്ടെങ്കിൽ നിങ്ങൾ തയ്യാറാവുക. സുന്നി ഗ്ലോബൽ വോയിസ് നമുക്ക് ഒരു ഷർത്തുണ്ട് കേട്ടോ, ഒരു ഷർത്തുണ്ട്. അഥവാ അറബി വായിക്കാൻ തെറ്റ് കൂടാതെ അറബി വായിക്കാൻ കഴിയുന്ന ആളുകൾ തന്നെ വരണം. നിങ്ങൾ പോലത്തെ വിവരമില്ലാത്ത ആൾക്കാർ, നിങ്ങൾ പണ്ഡിതനെല്ലാം പറഞ്ഞല്ലോ, അതുപോലെ നിങ്ങളെ പോലത്തെ ആളുകൾ വന്നാൽ ഈ ചർച്ചയ്ക്ക് ഇവിടെ തയ്യാറല്ല. മറിച്ച് അറബി ഒറ്റ ഷർത്തേ ഉള്ളൂ, അറബി വായിക്കാൻ അറിയാവുന്ന നിങ്ങളെ കൂട്ടത്തിൽ തെറ്റുകൂടാതെ അറബി വായിക്കാൻ അറിയാവുന്ന ആരുണ്ടായാലും ശരി, ആരാണെങ്കിലും ശരി, പെണ്ണല്ലാത്ത ആണുങ്ങൾ ആരാണെങ്കിലും ശരി, അവരെ കൊണ്ടുവന്നോളൂ. ചർച്ചക്ക് SGV റെഡിയാണ്. അവരോട് ചർച്ച ചെയ്യാൻ ഈ പയ്യോളി ഉസ്താദൊന്നും വേണമെന്നില്ല. ഇവിടെ ഞങ്ങൾ സാധാരണ ചെക്കന്മാർ തന്നെ ഉണ്ട്, അതിലും നിങ്ങൾ ബേജാറാവണ്ട. അപ്പൊ ഏതാണെങ്കിലും ഒരൊറ്റ നിബന്ധനയുള്ളൂ, നിങ്ങൾ അറബി വായിക്കാൻ അറിയുന്ന ആളുകളായിരിക്കണം എന്ന് മാത്രം. കാരണം എന്താ പറയുക, നിങ്ങളെ ക്വാളിഫിക്കേഷൻ സലഫിയുടെയും അതുപോലെ തന്നെ മദീനിയുടെയും മറ്റൊക്കെ ക്വാളിഫിക്കേഷൻ ഇവിടെ നേരത്തെ നിങ്ങളുടെ തൊള്ളയിലൂടെ തന്നെ ഇവിടെ പറഞ്ഞതാണ്. SSLC കഴിഞ്ഞാൽ പയ്യൽ ഉസ്താദിന് തന്നെ വേണമെന്നോ? പയ്യൽ ഉസ്താദ് നിങ്ങൾക്ക് അതിന് പറ്റിയ ഇൻഷാല്ലാ. ഇനിയിപ്പോ അങ്ങനെ നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ അതും കുഴപ്പമില്ല. ഏതാണെങ്കിലും SSLC കഴിഞ്ഞാല് പിന്നെ നിങ്ങൾ അഫ്ളലുലുമ കഴിഞ്ഞിട്ട് വരുന്ന ആൾക്കാരാണ്. അപ്പൊ നിങ്ങളുടെ ക്വാളിറ്റിയും അതുപോലെ തന്നെ ക്വാണ്ടിറ്റി ഒക്കെ നിങ്ങളുടെ മൗലവിമാർ തന്നെ ഇവിടെ പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ഇതിന് നിങ്ങൾ തയ്യാറാകുമോ? എട്ടി കരിമ മൈക്കെടുക്കാം. ഇനിയല്ല മുസ്ലിയാരങ്ങാടി ആണെങ്കിലും ശരി നിങ്ങൾക്ക് മൈക്കെടുക്കാം. ഇത് നിങ്ങൾ പറയുന്ന അഥവാ ഒരു ചർച്ചയിൽ, ഒരു സംവാദത്തിൽ ഇരുപക്ഷത്തെയും മാന്യമായി കൈകാര്യം ചെയ്യുന്ന രൂപത്തിൽ തന്നെയായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് പുറത്തുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനാണെങ്കിൽ, സംസാരിക്കാനാണെങ്കിൽ വെറുതെ സമയം കളയണ്ട. ഇവിടെ ചർച്ച വേറെ കുറെ കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. അതല്ല, ഇവിടെ നിങ്ങളുടെ മൗലവിമാർ തയ്യാറാണെങ്കിൽ ഇൻഷാ അല്ലാ SGV എന്നോ റെഡിയാണ് എന്നറിയിക്കുന്നു. പക്ഷെ ഒരൊറ്റ ഡിമാൻഡേ ഉള്ളൂ, ആ ചർച്ചയിൽ പങ്കെടുക്കുന്ന നിങ്ങളുടെ മൗലവിമാർ അറബി തെറ്റുകൂടാതെ വായിക്കാൻ അറിയുന്ന ആളുകളായിരിക്കണം എന്നൊരൊറ്റ നിബന്ധന മാത്രമേ ഉള്ളൂ. മൈക്ക് വിട്ടു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മഞ്ചാടി ആ ഒരു നിബന്ധന അത് പിൻവലിക്കേണ്ടി വരും. ആ ഒരു നിബന്ധന പിൻവലിക്കേണ്ടി വരും. പിന്നാരാ വരിക മഞ്ചാടി? നിങ്ങൾ തെറ്റുകൂടാതെ അറബി വായിക്കണം എന്ന് പറഞ്ഞാൽ പിന്നെ ഓലെ കൂട്ടത്തിൽ ആരെങ്കിലും വരാൻ പറ്റും? അപ്പൊ ആളുകൾ വരലാണ് ലക്ഷ്യമെങ്കിലും മഞ്ചാടി അടുത്ത് മൈക്കെടുത്തിട്ട് അങ്ങനെ വേണ്ട, തെറ്റുകൂടാണ്ട് അറബി വായിക്കണ്ട. അതേ സ്ഥാനത്ത് മൗലവിമാരാന്ന് അറിയപ്പെടുന്ന ഓൺലൈൻ രംഗത്ത് മൗലവിമാരാന്ന് അറിയപ്പെടുന്ന ആരെങ്കിലും വന്നാ മതി. മൗലവിമാരാണെന്ന് ഇവരെ നേതാക്കന്മാരായിട്ട് അറിയപ്പെടുന്ന ആരെങ്കിലും വന്നാ മതി. എന്നാക്കിയാലേ ഒരിക്കൽ വരാനൊരു വാതിൽ തുറക്കലാവൂ. മറ്റേ തെറ്റുകൂടാതെ വായിക്കാൻ തിരിയുന്ന ആളായിരിക്കണം എന്ന് പറഞ്ഞാൽ അക്കൂട്ടത്തിൽ ആർക്കും വരാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആരാ? അബു ഇസാന? അല്ല ആളാ. ഹനീഫ? എന്നാ പിന്നെ പഠിച്ചതുമായി. പിന്നെ അബു മിസ്മറ? അതും നമുക്ക് അറിയുന്ന ആൾക്കാർ തന്നെ. തെറ്റുകൂടാതെ അറബി വായിക്കാൻ വയ്ക്കുന്ന ആൾക്കാരൊക്കെ അത് എനിക്ക് അതിനോട് യോജിപ്പില്ല കേട്ടോ മഞ്ചാടി. ഞാൻ എന്റെ വിയോജിപ്പ് അറിയിക്കുകയാണ്. കാരണം അവർ വരണമെങ്കിൽ നിങ്ങൾ ഇത് പിൻവലിച്ചിട്ട് മൗലവിമാരാന്ന് അറിയപ്പെടുന്ന ഏതെങ്കിലും ആൾക്കാരുണ്ടെങ്കിൽ അവര് വരട്ടെ എന്ന് പറയുകയാണെങ്കിൽ കുറച്ചും കൂടെ അവർക്ക് വരാൻ എളുപ്പമായിരിക്കും. അല്ലാണ്ട് വരാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ശരി, മഹാനായ ഇബ്നു ഹജറുൽ അസ്ഖലാനി റളിയല്ലാഹു തആല അൻഹുവിന്റെ പേരിൽ നിങ്ങൾ ഉദ്ധരിച്ചിരിക്കുന്ന പച്ച നുണ ഇബ്നു ഹജറുൽ അസ്ഖലാനിന്റെ ഗ്രന്ഥത്തിൽ ഉണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ ഉദ്ധരിച്ചിരിക്കുന്ന പച്ച നുണ അത് ഇവിടെ വന്നൊന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ഏത് മൗലവിയാലും വേണ്ടില്ല. അത് ഇന്ന കിതാബിലാണ്, ഇന്നതാണ് ആ ഉദ്ധരണി, അത് ഇബ്നു ഹജറുൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹുവിന്റെ കിതാബാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ തെളിയിക്കണം. അതിനുവേണ്ടിയാണ് പറയുന്നത്. ഇത് പച്ച നുണയാണ് കരീമേ. നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാണ്. നിങ്ങളെ മൗലവിമാർ ചതിച്ചതാണ്, നിങ്ങളെ മൗലവിമാർ വഞ്ചിച്ചതാണ്. ഇത് നിങ്ങൾ പഠിക്കണം. നിങ്ങൾ മൗലവിമാരോട് ചോദിച്ചു നോക്ക്, അങ്ങനെ കിതാബിലുണ്ടോ? ഇബ്നു ഹജറിന്റെ കിതാബിൽ അതുണ്ടോ? പിന്നെ എവിടെയാ ഉള്ളത്? ഉള്ളതെന്താണ്
എന്നും ചോദിക്ക്. ഏത് കിതാബിലാണുള്ളത്, ആ കിതാബ് ആരുടേതാണ്, എന്താണ് ആ കിതാബിൽ ഉള്ളത് എന്നും ചോദിക്ക്. അപ്പേ തിരിയോ. മൗലവിമാർ ഇങ്ങനെ വേർക്കുന്നത് കാണാം. ഞാൻ മൈക്ക് വിട്ട് ഇനി നിങ്ങളാക്കിക്കോളി. ഇന്നെന്തായാലും ചർച്ച നടത്താനുള്ള വകുപ്പുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനിരിക്കും കേട്ടോ, ഞാനിരിക്കും. ഈ ചർച്ചയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് സുബ്ഹി ബാങ്ക് കൊടുക്കുന്നത് വരെ അള്ളാന്റെ തൗഫീഖോട് കൂടെ ഞാൻ ഇരിക്കാൻ തയ്യാറാണ്. പക്ഷെ ഞാൻ പോണതിന് മുമ്പ് ചർച്ചയുടെ ഒരു വിധാനം കിട്ടണം. ഞാൻ മൈക്ക് വിട്ടു. ഇനി മഞ്ചാടി നിയന്ത്രിച്ചോളൂ. എല്ലാവരും പ്രത്യേകം ദുആ ചെയ്യുക. അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും. അപ്പൊ മുജാഹിദുകള് എഴുതാൻ അറിയാത്തവരാണ്, അവര് അന്തം കമ്മികളാണെന്നൊക്കെ നിങ്ങൾക്ക് തെളിയിക്കാലോ. ഒരു പ്രൈവറ്റ് റൂം തുറന്നിട്ട് 2 റൂമൊക്കെ അതിന്റെ ലിങ്ക് കൊടുത്താൽ മതിയല്ലോ. ഞാൻ അങ്ങനത്തെ സംവാദങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങളാണ് വിട്ടുവീഴ്ച ചെയ്യേണ്ടതെന്നുള്ളതാണ് എന്റെ അഭിപ്രായം. കാരണം നല്ലൊരു ചാൻസ് ആണല്ലോ നിങ്ങൾക്ക് ഇത് വന്ന് കിട്ടണേ. കാരണം അത്രക്കും ഫേസ്ബുക്കിലും യൂട്യൂബിലും മുജാഹിദുകളുടെ MICR റൂമിലെല്ലാം ഈ വാമനപുരം ഇത് ഇട്ടിട്ടുണ്ട്. ഹലോ സുഹൃത്തെ, നിങ്ങള് ഈ പറഞ്ഞല്ലോ സ്വതന്ത്രമായ റൂമിൽ കേൾക്കാലോ എന്നുള്ളത്. അങ്ങനെ സ്വതന്ത്രമായ റൂമിൽ വെച്ചിട്ട് നമ്മൾ ഇവിടെ ചർച്ച നടത്തിയിട്ട് ഡിമാൻഡ് എന്തായിരുന്നു എന്നറിയോ? പരിപാടി 2 ഗ്ലോബൽ വോയിസിലും കൊടുക്കുക, മലയാള റൂമിലും കൊടുക്കുക. പരിപാടി തുടങ്ങി അവസാനിക്കുന്നത് വരെ 2 റൂമിലും പരിപാടി കൊടുക്കണം എന്നായിരുന്നു. അവസാനം ചർച്ചയില് സംവാദത്തില് തോറ്റ അമ്പിയപ്പോ സുന്നികളുടെ വിശകലനം അവലോകനം വന്ന സമയത്ത് മെല്ലെ മൈക്ക് കട്ട് ചെയ്ത് പോയിട്ട് അവിടുന്ന് പിന്നെ മൈക്കെടുത്ത് കരയായിരുന്നു ചെയ്തത്. അപ്പോ അതൊക്കെ കുറെ കഴിഞ്ഞതാ സുഹൃത്തെ. അങ്ങനെ ഒരുപാട് സംവാദങ്ങളൊക്കെ ഇവിടെ നടന്നുപോയതാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു ഉമ്മാക്കി കാണിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല, പിന്നെ നിങ്ങൾ സമയം കളയേണ്ടതില്ല. അതൊക്കെ ഇവിടെ നേരത്തെ വളരെ ഭംഗിയായിട്ട് സംവാദങ്ങളൊക്കെ നടന്നതാണ്. എന്താ ഇപ്പൊ നിങ്ങൾക്ക് ഇത്ര വലിയ ആവേശം ഉണ്ടെങ്കിൽ, ഞങ്ങൾ പറയുന്നു അത്ര ആവേശം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആളുകൾക്ക് സ്വതന്ത്രമായി ചർച്ച ചെയ്യാൻ നമ്മളെ റൂമല്ല തരുന്നത്. റൂം തരികയാണ് നിങ്ങൾ ആശയം പറയാൻ വേണ്ടിയിട്ട്. എന്തൊരു നല്ല അവസരമാണ്. നിങ്ങളുടെ ആദർശം സമൂഹത്തിൽ തെളിവിന്റെ അടിസ്ഥാനത്തിൽ സമർത്ഥിക്കാൻ നിങ്ങൾക്ക് കഴിയുകയാണെന്നുണ്ടെങ്കിൽ വലിയ കിട്ടലാണല്ലോ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്തോളേ, നിങ്ങൾ വന്നിട്ട് പറഞ്ഞോളൂ. നല്ല അവസരമാണ്. ബഹുമാനപ്പെട്ട ഫൈസൽ ഉസ്താദ് നേരത്തെ ഇവിടെ അടിച്ചിട്ടുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അസ്കലാനിയുടെ കിതാബിൽ ആ ഉദ്ധരണി കാണിച്ചു തന്നാൽ SCV അടച്ച മലയാള റൂമിന്റെ സബ് റൂമാക്കാം വഹാബികൾ തയ്യാറാകുമോ എന്നാണ് ഫൈസൽ ഉസ്താദിന്റെ വെല്ലുവിളി. അപ്പൊ ആ വെല്ലുവിളിക്ക് നിങ്ങൾക്ക് നല്ലൊരു അവസരമാണ് സുഹൃത്തെ. അത് ഉപയോഗപ്പെടുത്തിക്കോളൂ. അവരോട് ചെന്ന് പറഞ്ഞോളൂ. കാരണം ഓൽക്കറിയാം ഏതാണെങ്കിലും മറ്റൊരു രൂപത്തിന് ഗ്ലോബൽ വോയിസിൽ ഇനിയിപ്പോ രണ്ടാമതൊരു പറ്റിക്കലിന് ഗ്ലോബൽ വോയിസിനെ കിട്ടൂല എന്നുള്ള കാര്യം നിങ്ങളുടെ പിന്നെ റൂമിൽ ആളുകൾക്കറിയാം. പിന്നെ നിങ്ങൾ പറഞ്ഞല്ലോ അറബി വായിക്കാൻ അറിയാത്ത വലിയ വീമ്പളക്കുന്നതൊക്കെ ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റൂമിന്റെ ഓണർ ഉണ്ടല്ലോ അബു ഹസാന്, അയാള് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന് അക്ഷരം ഇപ്പോഴും ചിലപ്പോ കിട്ടുമെന്നറിയില്ല, കുറച്ചൊക്കെ ശരിയാക്കി പറഞ്ഞത് എപ്പോഴെന്നറിയോ? അയാളോട് ചോദിച്ചു നോക്ക് എന്താ അയാള് പറഞ്ഞതെന്നുള്ളത്. ആ ഷഹാദത്തെ കുറച്ചൊക്കെ ക്ലിയർ ആക്കി ചെല്ലിയത് എന്താണെന്ന് ചോദിച്ചു നോക്കൂ. അന്ന് കുറച്ചു കാലത്തേക്ക് എന്നെ റൂമിലേക്ക് കയറ്റില്ല. അയാളൊരു ഞാൻ പറയാം, ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ അഷറുൽ മോജിസാത്തു എന്ന് പറഞ്ഞില്ലേ മൗലവി എന്നതുപോലെ അബൂ ഹസൻ മുഹമ്മദ് എന്നേരം പറയല്. അഷബിന്റെ മുഹമ്മദ് ഹാ എന്ന് ഉച്ചരിക്കല്. അങ്ങനെ അവസാനം അയാൾ അവിടുന്ന് പരസ്യമായി ചോദ്യം ചെയ്തപ്പോ അയാൾ കുറച്ചൊക്കെ പഠിക്കാൻ ശ്രമിച്ചു. അൽഹംദുലില്ലാഹ്. അതേതായാലും നല്ലതായ കാര്യമായി. കുറച്ചു കാലത്തേക്ക് നമ്മളെ റൂമിൽ ബോണസും ബാനും ആയിരുന്നു സുഹൃത്തെ, അങ്ങോട്ട് അടുപ്പിക്കലില്ലായിരുന്നു. ഇതും വെറുതെ പറയല്ല, ചോദിച്ചു മെല്ലെ സ്വകാര്യമായിട്ട് അബൂ ഹസാനെ വിളിച്ച് ചോദിച്ചു നോക്ക്, അബൂ ഹസാനെ സംഭവം അങ്ങനെയൊക്കെയാണെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നില്ലേ, അത് ശരിയായിരുന്നില്ല എന്ന് ചോദിച്ചു നോക്ക്. അപ്പൊ അറിയും വീമ്പളക്കലാണോ അല്ല എന്നുള്ളത്. അത് മാത്രമല്ല, ബാക്കിയിരിക്കുന്ന കുറെ ആളുകളുണ്ട് സുഹൃത്തെ. നമ്മൾ ഈ ക്ലാസ് റൂം തുടങ്ങിയ വെറുതെ നിങ്ങൾ മനസ്സിലാക്കിയത് വെറുതെ ഒന്നല്ല, അടിസ്ഥാനപരമായി ഈ വഹാബികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വഞ്ചന സമൂഹത്തിന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. എത്ര ആള് അന്ന് അബൂ ഹസാന് നല്ല പുഗ് കൊടുക്കുമെന്ന് ചോദിച്ചു നോക്കന്ന്. അപ്പോ ഏതാണെങ്കിൽ ഈ വിഷയവുമായി ചർച്ചയ്ക്ക് തയ്യാറുണ്ടെങ്കിൽ അതൊന്നും നമ്മുടെ മാറ്റർ അല്ല, ഇവിടെ ആശയപരമായ ചർച്ച. ആ ചർച്ചക്ക്
ഈ പറഞ്ഞ ഡിമാൻഡ് അംഗീകരിക്കാൻ പറ്റുന്ന ഏതെങ്കിലും ആളെ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ തന്നെ അന്വേഷിച്ചോളൂ. ആളുകൾ റെഡിയാണെങ്കിൽ ഗ്ലോബൽ വോയിസ് റെഡിയാണ്. ഇൻഷാ അല്ലാഹ് ഇതിന് ഉസ്താദുമാരൊന്നും വേണമെന്നില്ല, എന്നാലും പയ്യോളി ഉസ്താദ് ഉണ്ടാവണം എന്നൊരു നിർബന്ധം ഉള്ളതുകൊണ്ട് ഏതാണെങ്കിലും ഇൻഷാ അല്ലാഹ് ആ വിഷയം ഉസ്താദിന് തന്നെ വിട്ടുകൊടുത്തു. സാധാരണ ഈ ഇവിടെ വരുന്ന സംവാദങ്ങൾ വരുമ്പോഴേ നമ്മൾ ഉസ്താദ്മാരെ ബുദ്ധിമുട്ടിക്കാൻ ശ്രമിക്കാറില്ല. ഏതെങ്കിലും നമ്മൾ സാധാരണക്കാരായ പിന്നെ ആളുകൾ തന്നെയാണ് എന്ത് ചെയ്യാറ് വിഷയങ്ങൾ കൈകാര്യം ചെയ്യാറ്. അപ്പൊ അതുകൊണ്ടാണ് ആ വിഷയം പറയുന്നത്. ഏതാണെങ്കിലും ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട പയ്യോളി ഉസ്താദ് ജിന്നിന്റെ കുറച്ചൊരു ശമനം ഉണ്ട് തോന്നുന്നുണ്ട്. അപ്പോ ബഹുമാനപ്പെട്ടവർ വന്നിട്ടുണ്ട്. ഞാൻ തൽക്കാലം മൈക്ക് വിടുന്നു. അപ്പോഴാണ് എനിക്ക് വേറൊരു സംഭവം ഓർമ്മ വന്നത്. നമ്മളെ AT കരീമൊക്കെ ഇവിടെ ഉള്ളപ്പോ AT കരീം പോയോ? AT കരീമിന്റെ ഒരു ചെറിയ ഒരു 2 വരി പദ്യം ഉണ്ടായിരുന്നു. അത് ഇൻഷാ അല്ലാഹ് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് മെല്ലെ പറയാം. ഞാൻ വിട്ടു, ഏതായാലും പയ്യോളി ഉസ്താദിനെ വിട്ടു. എനിക്ക് സ്വാഭാവിക ഒരു സംശയം നിങ്ങൾ കേൾക്കണോ? എന്താ അറിയോ, ഞാൻ ഇത്ര നേരം ആ കിതാബിന്റെ പേര് ചോദിച്ചിട്ട് ഒറ്റ മുജാഹിദും പറഞ്ഞില്ലാലോ. നിങ്ങൾ കേട്ടോ ആ കിതാബിന്റെ പേരാരെങ്കിലും? ആ കിതാബ് ഏതാന്നു, അതിന്റെ പേര് ഏതാന്നു മുജാഹിദുകൾ പറയുന്നത് കേൾക്കുന്നുണ്ടെങ്കിൽ ഇല്ല. എന്താ അറിയോ, അതിന് കിതാബിന് പേരില്ലേന്നൊരു സംശയമുണ്ട്. ആ കിതാബിന് പേരില്ലേ എന്നൊരു സംശയം സ്വാഭാവികമായിട്ട് എനിക്കുണ്ട്. അല്ല, ആ കിതാബിന് പേരുണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞൂടെ? അല്ല, അത് ആലോചിക്കേണ്ട ഒരു വിഷയമല്ലേ. ഇവര് പറയണു സുന്നികള് വാമനപുരത്ത് തോറ്റുവെന്ന്. എന്താ അവിടെ ഉള്ളത്? അത് ഇബ്നു ഹജറിന്റെ കിതാബിന് ഉദ്ധരണി വായിച്ചവൻ. ഞാൻ ചോദിക്കണു, ഏത് ഉദ്ധരണിയാ വായിച്ചത്? ഏത് കിതാബിനാ വായിച്ചത്? ആ കിതാബ് മുണ്ടിനില്ല. അപ്പൊ എനിക്കൊരു സംശയം, അങ്ങനെ കിതാബ് തന്നെ ഇല്ലേ? അങ്ങനെ ഒരു കിതാബിന്, അല്ലെങ്കിൽ കിതാബിന് പേരില്ലേ? അല്ല കിതാബ് തന്നെ ഇല്ലേ? അല്ലെങ്കിൽ ആ കിതാബിൽ ആ ഉദ്ധരണി ഇല്ലേ? എന്താ നിങ്ങൾക്ക് ഇത്ര വിഷമോ? ആരും പറയണില്ല. സുഹൃത്തുക്കളെ, ഇബ്നു ഹജർ റളിയല്ലാഹു തആല അൻഹുവിന്റെ പേരിൽ കള്ളത്തരം പറഞ്ഞതാണ്, കളവ് പ്രചരിപ്പിച്ചതാണ്. കള്ളത്തരം പറഞ്ഞ് പ്രചരിപ്പിക്കുകയാണ് വഹാബി. അതുകൊണ്ടാണ് മൈക്കെടുത്തിട്ട് ആ കിതാബിന്റെ പേരും ആ ഉദ്ധരണിയും പറയാൻ അവർ ഭയക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഇനി മൈക്കെടുക്കാൻ കഴിയൂല. മുസ്ലിയാരങ്ങാടി ഒരു പ്രാവശ്യം ഓടി എടുത്തോളൂ. എനിക്ക് മുസ്ലിയാരങ്ങാടി ഈ വെറും നമ്മൾ അങ്ങനെ ഇങ്ങനെയുള്ള ചർച്ചക്കൊന്നും എനിക്ക് താല്പര്യമില്ല. ഈ വിഷയം ചർച്ച ചെയ്യാൻ ഞങ്ങൾക്ക് നല്ല താല്പര്യമുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു മൗലവിമാരെ കൂട്ടിക്കൊണ്ടുവന്നിട്ട് ഈ വിഷയമായിട്ട് ബന്ധപ്പെടാൻ തയ്യാറുണ്ടോ എന്നവരോട് ചോദിച്ചാൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുണ്ട് ഈ വിഷയം എങ്കിൽ മൗലവിമാരെ കൊണ്ടുവന്നിട്ട് നിങ്ങൾ കൊണ്ടുവരിക, എന്നിട്ട് ഈ വിഷയം SGBയിൽ ചർച്ച ചെയ്യിപ്പിക്കുക. എന്നാൽ എല്ലാവർക്കും ഈ വിഷയം പഠിക്കാം. എനിക്ക് ഈ വിഷയം പറയാൻ നല്ല പൂതിയുണ്ട്. 2 ദിവസം മുമ്പ് ഞാൻ നിങ്ങൾക്കെല്ലാം വേണ്ടി ഇത് പറയാം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അന്ന് മുസ്ലിയാരങ്ങാടി ഉണ്ടോന്ന് എനിക്കറിയില്ല. എല്ലാ ഫേസ്ബുക്കിൽ വല്ലാണ്ട് സുന്നികള് തോറ്റു എന്ന് ഇങ്ങനെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നുണ്ട് വഹാബി. നിങ്ങൾ വല്ലതും കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോ അന്ന് ആരും ആ വിവരം തന്നെ അറിയില്ല. എന്നാൽ അന്ന് തന്നെ ഞാൻ ആ വിഷയം വിശദീകരിച്ചിരുന്നു. അത് നിങ്ങൾക്കും കേൾക്കണം. അതിന്റെ പറഞ്ഞ് മൗലവിമാരെ കെട്ടിട്ട് വലിച്ചു കൊണ്ടേരി. മൗലവിമാരെ തലക്ക് കെട്ടുക, കഴുത്തിന് കെട്ടിയിട്ട് ഭരിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുക. ബാടോ SGBക്ക് തോന്നിയാസം പറഞ്ഞുകൊണ്ട് അവിടെ നിന്നാ പോരാ. അവിടെ അല്ല പറയണ്ടേ, ഇവിടെ വന്നിട്ട് ആ പയ്യോളി അതിന്റെ സത്യാവസ്ഥ പറയുന്നുണ്ട്. അതിന്റെ സത്യാവസ്ഥ ഞങ്ങൾക്കൊന്ന് കേൾക്കണം. എന്താ പയ്യോളി പൊട്ടത്തരം പറയണത്? അല്ലെങ്കിൽ പയ്യോളി നിങ്ങൾ തോൽപ്പിച്ചിട്ട് അത് പിന്നെ നല്ലോണം ക്ലിപ്പാക്കിയിട്ട് നമുക്ക് ഇവിടെ ആഘോഷിക്കാലോ എന്ന് മാത്രമല്ല ഫേസ്ബുക്കിലൊക്കെ ഇട്ടുങ്ങാണ്ട് പിന്നെ പയ്യോളി മേലാൽ എന്ത് തുറക്കരുത്, നെറ്റ് തുടരുത്. അമ്മാതിരി ബേജാറാക്കണമെങ്കിൽ അതിനൊക്കെ നിങ്ങൾ ഓലെ കൂട്ടിക്കൊണ്ടിരിക. ആ മൗലവിമാരൊക്കെ എനിക്ക് ഇവിടെ ഒന്ന് കുളിപ്പിച്ചിട്ട് കിടത്തും ചെയ്യാലോ. നിങ്ങളിത് നിഷ്കളങ്കന്മാരാണ്. നിങ്ങൾ കൂട്ടിക്കൊണ്ടുവരുമ്പോ നിങ്ങൾ വരൂല. കാരണം അവര് കളങ്കമുള്ളവരാണ്. മൗലവിമാർക്ക് നല്ല കളങ്കം ഉണ്ടല്ലോ, അതുകൊണ്ട് ഓല് വരൂല. നിങ്ങൾ വിളിച്ചിട്ടൊന്നും കാര്യമില്ല. മുസ്ലിയാരങ്ങാടി സത്യം പറ, നിങ്ങൾ മൗലവിമാരായിട്ട് PM ചെയ്തിരുന്ന ഏതെങ്കിലും മൗലവിക്ക് PM ചെയ്തോ? മുസ്ലിയാരങ്ങാടി ഒന്ന് yes or no അടിച്ചോളൂ. ഞങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കും. ചോദിച്ചോ നിങ്ങൾ PMയിലൂടെയോ മറ്റോ? ഏതെങ്കിലും ഒരു മൗലവി ഇല്ല, ചോദിച്ചില്ല. ഞങ്ങളൊന്ന് PM ഏതെങ്കിലും മലയാളം റൂം ആയിക്കോട്ടെ മറ്റേ റൂം ആയിക്കോട്ടെ ഒന്ന് പിന്നെ ചർച്ചയ്ക്ക് പയ്യോളി വെല്ലുവിളിക്കുന്നുണ്ട്, വരാൻ തയ്യാറുണ്ടോ എന്ന് ചോദിച്ചേക്ക്. ഞാൻ വെയിറ്റ് ചെയ്യാം. ഞാൻ മൈക്ക് തന്നെ വെയിറ്റ് ചെയ്യാം. വരാൻ തയ്യാറുണ്ടോ? പയ്യോളി ഇവിടെ വെയിറ്റിങ്ങിലുണ്ട് ഈ വിഷയം ചർച്ച ചെയ്യാൻ. കാരണം എനിക്കിത് പറഞ്ഞു തരണം എന്ന ആഗ്രഹമുണ്ട്. അതുകൊണ്ടാ എനിക്കിത് പറഞ്ഞു തരണം എന്ന ആഗ്രഹമുണ്ട്. ആർക്കും ചെയ്യട്ടോ, മൗലവിമാർക്കൊക്കെ
ഇപ്പൊ നടക്കില്ല, ഓക്കെ, നോ പ്രോബ്ലം, എനിക്ക് മറുപടി കിട്ടിയാൽ മതി, ഇന്ന സമയത്ത് ഞങ്ങൾ വരാം എന്നുള്ളത് മറുപടി കിട്ടിയാൽ മതി, കുഴപ്പമില്ല, എപ്പോഴായാലും കുഴപ്പമില്ല. ഇങ്ങക്ക് ആർക്കും ചെയ്യാം കേട്ടോ. ഇങ്ങക്ക് എന്റെ ശ്രോതാക്കൾക്ക് ആർക്ക് വേണമെങ്കിലും മൗലവിമാരെ പിടിച്ചു കൊണ്ടുവരട്ടാ. നമ്മക്കിപ്പം മുസ്ലിയാരങ്ങാടിയോ എട്ടി കരീമോ എന്നെ കൊണ്ടുവരണമെന്നൊന്നുമില്ല, മൗലവിമാരൊന്ന് എത്തിക്കിട്ടിയാൽ മതി. എന്നിട്ടുണ്ട് നല്ലൊരു കുഴക്കൽ, പൊറാട്ടക്ക് കുഴക്കണമാർക്ക് കുഴച്ചിട്ടിട്ട് വരും ഇൻഷാ അല്ലാഹ്. ഈ ജനങ്ങൾക്ക് ഈ മൗലവിമാരുടെ ഈ കെതിബും ഈ മൗലവിമാരുടെ തോന്നിവാസവും ഖിയാനത്തും പാച്ചയിൽ ബോധ്യപ്പെടുത്തി കൊടുക്കാനുള്ള ഒരു അവസരമാണ്. അത് മനസ്സിലാക്കാൻ നിങ്ങൾക്കുമുള്ള ഒരു അവസരമാണ്. അതുകൊണ്ട് എല്ലാവരും ശ്രമിക്കുക. മൗലവിമാരെ കാണുമ്പോ ആ വാമനപുരം ചർച്ചക്ക് നിങ്ങൾ തയ്യാറുണ്ടോ എന്ന് ചോദിക്കുക. വാമനപുരം ചർച്ചക്ക് തയ്യാറുണ്ടോ എന്ന് ചോദിക്കുക, പിടിച്ചു കൂട്ടിക്കൊണ്ടുവരിക. ഞാൻ മൈക്ക് വിടുകയാണ്. ഇന്ന് ഞാൻ എന്തായാലും മൈക്ക് എടുക്കണില്ല, കാരണം ആവില്ല, സമയം 2 മണി ഏകദേശമായി, 1 മിനിറ്റും കൂടിയാണ് എന്റെ ലാപ്ടോപ്പിൽ ബാക്കിയുള്ളൂ UAE ടൈം. സോ ഞാൻ മൈക്ക് റിലീസ് ചെയ്യാണ്. എല്ലാവരും പ്രത്യേകം ദുആ ചെയ്യണം. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഏതെങ്കിലും ഉസ്താദുമാരുണ്ടാവും വിചാരിക്കുന്നു. എനിക്കൊരു ചോദ്യം ചോദിക്കേണ്ടായിരുന്നു. നമ്മുടെ മർക്കസില് ഇപ്പം സംസം വെള്ളത്തിന്റെ കൂടെ ഹുജറത്തുൽ ഷരീഫ് വൃത്തിയാക്കിയ മണ്ണും ഇട്ടിട്ട് കൊടുത്തു എന്നുള്ള കാര്യം പറഞ്ഞു. അപ്പോൾ അവിടുന്ന് ഹുജറത്തുൽ ഷരീഫിന്ന് വൃത്തിയാക്കിയ വസ്തുക്കൾ കിട്ടാൻ സാധ്യതയില്ലെന്നും പറയപ്പെടുന്നു, പ്രത്യേകിച്ച് സൗദിയിലും അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ. അപ്പൊ അതിനെക്കുറിച്ച് ആർക്കെങ്കിലും ഒന്ന് വിശദീകരിക്കാമോ? അസ്സലാമു അലൈക്കും. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله الفائزين برضا الله ما بعد. സുഹൃത്ത് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. റസൂലുള്ളാഹിയുടെ പരിശുദ്ധ മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗളാ ഷരീഫ് എന്ന് അവിടെ ഇല്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. അങ്ങനെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇല്ല എന്ന് പറയുന്ന ആളുകളുണ്ട്, ഇല്ല എന്ന് പറയുന്ന ആളുകളുണ്ട്, ഓരോന്നും ഇല്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. ഇങ്ങനെ ഇല്ല എന്ന് പറയുന്ന ഈ അള്ളാഹ് തന്നെ ഇല്ല എന്ന് പറയുന്ന ആളുണ്ട്, ഈ മതം തന്നെ ഇല്ല എന്ന് പറയുന്ന ആളുണ്ട്. അതുപോലെ തന്നെ ഇസ്ലാം ഇതൊക്കെ ഒരു എന്താ പറയാ, യഥാർത്ഥത്തിൽ ഉള്ളതായി പറയപ്പെടുന്ന ആളുകളെക്കാൾ ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ടില്ല എന്ന് പറയുന്ന കുറെ ആളുകളുണ്ട്. അപ്പൊ അവർക്കൊക്കെ ഇപ്പൊ നമ്മളിപ്പോ മറുപടി പറയാൻ നിന്നാല് നമ്മുടെ ഒരു നല്ല ആദർശ ചർച്ച ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്കത് സ്വകാര്യമായിട്ട് കിട്ടേണ്ടതാണെങ്കിൽ നമ്മളിപ്പോ ഏതാണെങ്കിലും നിങ്ങൾ വന്നോളൂ. ഇവിടെ ഇപ്പൊ നമ്മളെ മെയിൻ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത് സുന്നത്ത് ജമാഅത്തിന്റെ ആശയപരമായ വിഷയങ്ങളിലാണ്. ഇൻഷാ അല്ലാഹ് അത് സംബന്ധമായിട്ടുള്ള എല്ലാ വിവരങ്ങളും വളരെ വ്യക്തമായി തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട്. സംസം വെള്ളത്തിനും പുണ്യമില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. അപ്പൊ നമ്മളെന്താ ചെയ്യാ? സംസം വെള്ളപ്പോ സാധാരണ ലോകത്തുള്ള എല്ലാ ആളുകളും എന്ത് ചെയ്യുന്നുണ്ട്? സംസം വെള്ളം കൊണ്ടുപോകുന്നുണ്ട്. പക്ഷെ ആ സംസം വെള്ളത്തിനും പുണ്യമില്ല എന്ന് പറയുന്ന ആളുകൾ നമ്മുടെ മലയാള മണ്ണില് ഈ പറയപ്പെട്ട ആളുകളുടെ കൂട്ടത്തിലുണ്ട്. അപ്പൊ അതൊക്കെ ഇപ്പൊ നമ്മൾ നോക്കിയാല് കുറച്ച് പ്രയാസമായിരിക്കും. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത് സംബന്ധമായിട്ടുള്ള വിവരം പിന്നെ ബഹുമാനപ്പെട്ട AP ഉസ്താദ് തന്നെ കഴിഞ്ഞ ദിവസം അത് പറഞ്ഞിരുന്നു. അത് കേട്ട ആളുകൾക്കൊക്കെ മനസ്സമാധാനത്തോടുകൂടെ അത് വിശ്വാസയോഗ്യമാണ്. അതിനപ്പുറത്ത് ഇൻഷാ അല്ലാഹ് നമുക്കതിനെക്കുറിച്ച് പിന്നെ ഒരു അന്വേഷണത്തിന് ആവശ്യമില്ല. കാരണം നമ്മളങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അന്വേഷിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ തെളിവുണ്ടോ ഇല്ലോ എന്നുള്ളതല്ല ഇവിടെ വിഷയം, ഉണ്ടോ ഇല്ലോ എന്നുള്ളതല്ല വിഷയം. നമ്മുടെ അന്വേഷണം അങ്ങനെ റൂട്ടിന് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളെ വീട്ടിൽ നിന്ന് ചിലപ്പോൾ പുറത്താക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും എന്ന് കൂടെ പ്രിയപ്പെട്ട സുഹൃത്തിനെ ഉണർത്തുകയാണ്. ഏതാണെങ്കിലും ഇവിടെ നല്ല ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ സുഹൃത്തിനോടുള്ള വിഷമം കൊണ്ടൊന്നല്ല, നമ്മുടെ അത് ആ ഒരു റൂട്ടിൽ കാര്യങ്ങൾ പോകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ടാവും. അന്വേഷണം ആ രൂപത്തിലുള്ള അന്വേഷണം കാര്യങ്ങൾ നമ്മൾ ഒരു റൂട്ടിലാണ് ചിന്തിക്കുന്നതെങ്കിൽ. അതുകൊണ്ട് ഇപ്പൊ ഇവിടെ ഒരു ആദർശ ചർച്ചയാണ് നടക്കുന്നത്. ഇൻഷാ അല്ലാഹ് അത് സംബന്ധമായിട്ട് വല്ലതും ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് വേണമെങ്കിൽ പിന്നെ എന്ത് ചെയ്യാവുന്നതാണ്,
ഓക്കെ. അപ്പൊ ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ ഇവിടെ ജിന്ന്, അതുപോലെ സിഹർ, അതുപോലെ പിന്നെ വഹാബിസം തുടങ്ങിയ വിഷയങ്ങളിൽ ഉള്ള ആശയപാപ്പരത്വത്തെ കുറിച്ചാണ് ഇവിടെ ബഹുമാനപ്പെട്ട പയ്യോളി ഉസ്താദ് മറ്റുള്ള ഉസ്താദ്മാർക്ക് ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. ഇത് കേൾക്കുമ്പോൾ ചില ആളുകൾക്ക് വല്ലാത്തൊരു പ്രയാസം ഉണ്ടാവും. കാരണം ഈ ചർച്ച കേട്ടിട്ടേ, കാരണം നമ്മൾ ഇത്രയും കാലം കെട്ടിയുണ്ടാക്കിയ വലിയൊരു സംഭവമാണല്ലോ ഇവിടെ തകർന്ന് തരിപ്പണമായി പോകുന്നത്. അപ്പൊ അത് കണ്ട് സഹിക്കാതെ വരുമ്പോ ചിലപ്പോ എന്ത് ചെയ്യുന്ന പറഞ്ഞാല് ഈ വിഷയം ഒന്ന് മാറ്റി കിട്ടിയിരുന്നെങ്കിൽ രക്ഷപ്പെട്ടേനെ എന്നുള്ള രൂപത്തില് ഞങ്ങൾക്ക് വിശ്വസിക്കാം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമൊന്നുമില്ല. ഇൻഷാ അല്ലാഹ് ഞങ്ങൾക്ക് മൂപ്പര് പറഞ്ഞത് വിശ്വാസമാണ്. ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ ആ വിഷയത്തിൽ നിങ്ങൾ ബേജാറാവേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, സ്വീകരിച്ചാൽ മതി. മനസ്സിലായില്ല? നിങ്ങൾക്ക് ആ വിഷയത്തിൽ വിശ്വാസം ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾ സ്വീകരിച്ചാൽ മതി. ബാക്കി കേട്ടിരുന്ന ആളുകൾക്കൊക്കെ വിശ്വാസമുണ്ട്. പോരാ, അതിൽ നിങ്ങൾ ബേജാറാവേണ്ട ആവശ്യമില്ല. അപ്പോ നിങ്ങളെ പ്രശ്നം തോന്നില്ല? അപ്പൊ നിങ്ങൾ പ്രശ്നം തോന്നില്ല? നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ എടുത്താൽ മതി. നിങ്ങളോട് നിർബന്ധിച്ചിട്ടില്ല. എന്തിനു കള്ളം പറഞ്ഞാലൊന്നും ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പൊ നിങ്ങളെ രോഗം ഏതാണെങ്കിലും മറ്റൊന്നാണ്. അപ്പോ എന്റെ സൗണ്ട് ക്ലിയർ ഉണ്ടോ? ഹലോ, ഓക്കെ. ഞാനിങ്ങനെ ഒരു ചെറിയൊരു എന്താ പറയാ, നേരത്തെ കേൾവിക്കാൻ ഉസ്താദിന്റെ ഒരു പാട്ടിങ്ങനെ കേട്ടപ്പോ എനിക്ക് രണ്ടുപേരും നമ്മളും പറയണ്ടേ. അത് ഞാൻ നേരത്തെ AT കരീമുള്ള സമയത്ത് തന്നെ പാടണം എന്ന് വിചാരിച്ചേ. അത് പാട്ടായിട്ട് ആരും കേൾക്കണ്ട, കണക്കാക്കുകയും ചെയ്യണ്ട. അതൊരു എന്താ പറയാ, വായനയായിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, കണക്ക് കൂട്ടിയാൽ മതി. തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുകയും ചെയ്യാം. ജിന്നും സിഹറും അടിപിടി കൂടി നാട്ടില് നടക്കുമ്പോൾ KNM-ൽ തമ്മിൽ തല്ല് കൂടുന്നേ. ഗദഗദ സ്വരമിൽ ഹുസൻകുട്ടി സ്റ്റേജിൽ കരഞ്ഞപ്പോൾ AR ഫലസി മോന്തക്കൊന്നു കൊടുത്തല്ലോ. നൂറ്റാണ്ടിന്റെ പേര് പറഞ്ഞ് 90 ആണ്ട് നടത്തുന്നു. നൂറ്റാണ്ടിന്റെ പേര് പറഞ്ഞ് 90 ആണ്ട് നടത്തുന്നു. ആണ്ട് നടത്താൻ തെളിവില്ലാത്തവർ നൂറ്റാണ്ടുകളിൽ ആടുന്നു. ജിന്ന് പിശാചിനെ അന്വേഷിച്ച് മരുഭൂവിജനം പോകുന്നു. ജിന്നും സിഹറും അടിപിടി കൂടി നാട്ടില് നടക്കുമ്പോൾ KNM-ൽ തമ്മിൽ തല്ല് കൂടുന്നേ. ഗദഗദ സ്വരമിൽ ഹുസൻകുട്ടി സ്റ്റേജിൽ കരഞ്ഞപ്പോൾ AR സലഫി മോന്തക്കൊന്ന് കൊടുത്തല്ലോ. അത് ഞാൻ പറയാൻ കാണാൻ വേറെ കാരണം ഉണ്ടായിരുന്നു. എന്താ പറഞ്ഞാല് നമ്മുടെ